കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ, ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ യോഗം ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യയോടെ അരുളി ചെയ്ത പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ വൈകിയ വേളയിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗം തീർക്കുന്നതിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പാടുന്നവിടെ മക്കളെ ബലപ്പെടുത്തുമാറാകണമേ. അഭിഷേകത്തോടെ ശക്തിയോടെ പാടുവാൻ സകലമാന പ്രതികൂല സാഹചര്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം പൂർണ്ണമായി നീക്കിക്കൊണ്ട് അവരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപയിൽ കർത്താവേ അവിടുത്തെ പുതിയുന്നതിനായി സ്തോത്രം കർത്താവേ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ. അവിടുത്തെ വചന ശുശ്രൂഷ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തോട് സ്വർഗത്തിലെ ദൈവം ഈ രണ്ടാമത്തെ ദിവസവും സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കണമേ. ഓ ഹല്ലേലൂയ. സാത്താന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി സ്വർഗത്തിലെ ദൈവം കർത്താവ് ഇറങ്ങി പൂർണ്ണമായി തകർക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ശക്തമായ വചനം ഈ രണ്ടാമത്തെ ദിവസം അത് വെളിപ്പെടുമാറാകട്ടെ. വചനം പ്രസ്താവിക്കുന്ന കർത്തൃദാസി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ വൃത്തിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പകൽക്കാലം കർത്താവ് എടുത്ത് ബലപ്പെടുത്തുമാറാകണമേ. അഭിഷേകത്തിൽ നിറയ്ക്കണമേ കർത്താവേ. വചനം ആത്മമാരി പോലെ പെയ്തിറങ്ങട്ടെ കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ. അവിടുത്തെ കർത്താവ് വചനത്തെ അയച്ച് അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. വേഗത്തിൽ ചലിക്കുന്ന വചനം, ഹല്ലേലൂയ, വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം അവിടുന്ന് ആത്മമാരി പോലെ ഇറങ്ങുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ പകൽക്കാലം ഞങ്ങൾക്ക് അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ. ആരംഭം മുതൽ അവസാനം വരെ സ്വർഗത്തിൽ ദൈവം നടത്തുന്നതിനായി സ്തോത്രം കർത്താവേ. സ്വർഗത്തിലെ ഈ കർത്താവേ കിളിവാതിലുകൾ ഈ രണ്ടാമത്തെ ദിവസവും സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം കർത്താവേ. സകല ജനവും കടന്നു വരട്ടെ മീറ്റിംഗിൽ. യേശുവിന്റെ നാമത്തിൽ സകല പ്രതികൂലങ്ങൾ നീങ്ങട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഈ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകല ജനവും ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകലമാന തടസ്സങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി നീങ്ങട്ടെ അപ്പ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ കർത്താവ് പ്രവർത്തിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ കൺവെൻഷൻ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. അടിയങ്ങൾ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവേ. തുടർന്നുള്ള കർത്താവ് ഭാഗം അങ്ങ് നടത്തുന്നതിനായി സ്തോത്രം. അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. രണ്ടാമത്തെ രാത്രികാലവും ദൈവസന്നിധി നമുക്കായിരിക്കാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകലർക്കും, കടന്നു വന്ന സകലർക്കും, വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ പരസ്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഭവനങ്ങളിലും മുറ്റത്തും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. കണ്ണിലടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളപ്പൻ്റെ പാദപീഠത്തിലായിരിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പ. ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ കൺവെൻഷന് വേണ്ടി ഈ സ്ഥലം ഒരുക്കി തന്ന എളിയ ബ്രദറിനെ ദൈവകരങ്ങൾ തരുന്നു അപ്പ. എളിയ സഹോദരി തരുന്നു, മക്കളെ തരുന്നു, മരുമകനെയും കുഞ്ഞിനെയും തരുന്നു അപ്പ. പ്രിയ മാതാവിനെ തരുന്നു, സഹോദര കുടുംബങ്ങളെ തരുന്നു. ഈ ഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം അപ്പ. അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഈ കുടുംബത്തിന് അപ്പ ഒരു അനുഗ്രഹമായി മാറട്ടപ്പ. ഈ ദേശത്തിന്, ഈ വണ്ടന്നൂർ ദേശത്തിന് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ ദേശത്തിൽ പാർക്കുന്ന സകല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ പച്ച. ഈ ശബ്ദം കേൾക്കുന്ന മക്കൾക്ക് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. കടന്നു വന്ന ജനങ്ങൾക്ക് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവേ, അപ്പ വചനം അവിടുത്തെ വക, അടിയൻ എവിടുത്തെ വക അപ്പ, ഇരിക്കുന്ന മക്കൾ അവിടുത്തെ വക. അങ്ങ് സംസാരിക്കണമേ അപ്പ. രോഗത്തോടെ കടന്നു വന്നിട്ട് സൗഖ്യമാകട്ടെ. ഭാരത്തോടെ കടന്നു വന്നിട്ട് ഭാരങ്ങൾ മാറിപ്പോട്ടെ. പ്രയാസത്തോടെ വേദനയോടെ കടന്നു വന്നിട്ട് വേദനകൾ മാറട്ടെ. രോഗത്തോട് ദുഃഖത്തോട് കടന്നു വന്നിട്ട് ദുഃഖങ്ങളും രോഗങ്ങളും മാറിപ്പോകട്ടെ. പ്രതികൂലങ്ങൾ ഉടഞ്ഞു മാറട്ടെ. പ്രശ്നങ്ങൾ ഉടഞ്ഞു മാറട്ടെ. ദുഷ്ടന്റെ തീയമ്പുകൾ ഉടഞ്ഞു മാറട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശത്രു പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സകല കുടുംബങ്ങളും
വ്യക്തികളും ഈ നിമിഷം ഈ രാത്രി ദൈവത്തിന്റെ കരം തൊട്ട് അവരെ വിടുവിക്കുക അപ്പ. വചനം ഞങ്ങളോട് ഇടപെടണം അപ്പ. ഏത് ആത്മാവിനാൽ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ വചനത്തിന്റെ മർമ്മങ്ങളെ കേൾപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. സകലമാന മഹത്വം അധികാരം ബലം പുകഴ്ച യേശുവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുവാനും വീണ്ടും അപ്പച്ചാന്ന് വിളിച്ച് അപ്പൻ്റെ അടുക്കൽ ഇരിക്കുവാനും ദൈവം ചെയ്ത ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലോകത്തിൽ നോക്കാമെങ്കിൽ ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിഞ്ഞുകൂടാതെ മരണം മാത്രം മുഖാമുഖം കണ്ട് തകർന്ന് ജീവിക്കുന്ന അനേകര് ഇന്നത്തെ കാലത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലതരത്തിലുള്ള വേദന. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ജീവിക്കണ്ട, മരിച്ചു കളയാം. പലതിൻ്റെയും പല വിഷയങ്ങളുടെ നടുവിൽ ഞെരുങ്ങി തകർന്നിരിക്കുന്ന മക്കളുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 17 അധ്യായം അതിൻ്റെ 9 വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇതാ നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു വിധവ, വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ ഉള്ള ആ സഹോദരി, ഒരു കുഞ്ഞുണ്ട്, വളരെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഭക്ഷണത്തിന് വിശപ്പുണ്ട്, പക്ഷെ ഭക്ഷണത്തിനുള്ളതൊന്നുമില്ല. അങ്ങനെ തകർന്ന് ഉള്ള മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ച് കുഞ്ഞും അമ്മയും മരിക്കാമെന്ന് കാത്തിരിക്കുമ്പോൾ സ്വർഗം അവരെ കണ്ടു. ഇന്ന് രാത്രി അവസ്ഥകളെ കാണുന്നൊരു ദൈവമുണ്ട്. ജീവിതത്തിനകത്ത് തീർന്നു കർത്താവേ എന്ന് പറയുമ്പോഴും അകത്തളങ്ങളെ അറിയുന്ന, ഹൃദയത്തിൻ്റെ വ്യതകളെയും വേദനകളെയും നൊമ്പരങ്ങളെയും ആഴമായ ദുഃഖങ്ങളെ അറിയുന്ന യേശു ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ണുനീരൊപ്പുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, നിലവിളിക്ക് ഉത്തരം തരുവാൻ, ഞരക്കങ്ങളെ മാറ്റുവാൻ, പ്രതികൂലങ്ങളെ ഉടയ്ക്കുവാൻ, പ്രശ്നങ്ങളെ ഉടയ്ക്കുവാൻ, പ്രതിസന്ധികളെ ഉടയ്ക്കുവാൻ ഇതാ ഒരുവൻ ഈ മണ്ടന്നൂർ ദേശത്ത്, തേവരക്കോട് ദേശത്ത് സ്വർഗം ഇറങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം കണ്ണുനീരിന്റെ അവസ്ഥയിലാണോ നീ, ഭവന തലങ്ങൾക്കകത്താകട്ടെ, ഈ ഗ്രൗണ്ടിലാകട്ടെ, വേദനയോടാണ് ഇരിക്കുന്നത്, എന്നാൽ നിന്റെ വേദനയെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് ഒപ്പുന്ന ഒരു ദൈവം, നീ പറയും മുമ്പേ നിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വായിക്കാമോ? അതിന്റെ 17 വായിച്ചേ. സ്തോത്രം. 19 അധ്യായം 9 വാക്യം മുതൽ വായിച്ചു. 1 രാജാക്കന്മാർ 17 അധ്യായം അതിന്റെ 9 വാക്യം മുതൽ വായിക്കുമ്പോൾ ജീവിതത്തിനകത്ത് എല്ലാം തകർന്ന് തരിപ്പണമായി. ഇനി അല്പം മാവേ ഉള്ളൂ, അതും കൂടെ ഭക്ഷിച്ചിട്ട് മരിക്കാൻ വേണ്ടി സഹോദരി കാത്തിരിക്കുന്നത്. സ്വർഗം ദൂരത്ത് നിറഞ്ഞു. എൻ്റെ ദൈവം ഏലി അവരോട്, മോനെ നീ അവിടെ പോ, നിന്നെ പോറ്റാൻ ഞാനൊരു വിധവയെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ കണ്ണുനീരൊപ്പുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ രാത്രികളെ, നമ്മുടെ പകലുകളെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് ആരോടും പറയാത്ത വിഷയങ്ങൾ പോലും ആമേൻ സ്തോത്രം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. വായിക്കാമോ? വാക്യം വായിച്ചേ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിനെ പുലർത്താൻ മരണം കാത്തിരിക്കുന്ന വിധവയെ ദൈവം ചെയ്തു, കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മരണം കാത്തിരിക്കുന്ന സഹോദരി അടുക്കൽ ആരയക്കാൻ ദൈവം തീരുമാനിച്ചു? ഏലിയാവിനെ. വിശപ്പോടിരിക്കുന്ന ഏലിയാവിനെ, ഭക്ഷണമില്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല, മരിച്ചാൽ മതി എന്നിരിക്കുന്ന സഹോദരിയുടെ ഭവനത്തിനകത്ത് വിശപ്പ് കൊണ്ട് പൊരിയുന്ന ഏലിയാവിനെ പറഞ്ഞയക്കണം. ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളെയും ഏത് സാധ്യതകളെയും അറിഞ്ഞിട്ട് അവിടെ ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തിൻ്റെ കുടുംബത്തെ വർഷകാലങ്ങളായി ഒതുക്കുന്ന ചില ബന്ധനങ്ങളെ അഴിക്കാൻ, ചങ്ങലകളെ പൊട്ടിക്കാൻ അഭിഷേകമുള്ള ഒരുത്തനെ എൻ്റെ ദൈവം അവിടെ പറഞ്ഞയക്കുകയാണ്. ആ ഭവന തലങ്ങളെ ജീവിതത്തിനകത്ത് തകർത്തൊതുക്കി കളയുമെന്ന്, ഇനി കൊന്നുകളയാമെന്ന്, ഇനി ഇവർ മരിക്കുമെന്ന്, ഇനി മുന്നോട്ട് പോകയില്ലെന്ന്, ഇവർ ദരിദ്രരായി, ഇവർ തീർന്ന് തകർന്ന് ഈ അമ്മയും മകനും മരിച്ചു പോകുമെന്ന് സ്തോത്രം പിശാചി വിധി എഴുതിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ആ മരണത്തിൻ്റെ പാശങ്ങളെ അറക്കാൻ എൻ്റെ ദൈവം അവിടെ അഭിഷേകമുള്ള ഒരുത്തനെ ദൈവം അവിടെ അയച്ചു. ഇന്ന് രാത്രി ഈ ദേശത്ത് സ്വർഗം ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിന്റെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, നിന്റെ ചിന്തകൾക്ക് അപ്പുറമായി നിന്റെ ഭവന തലങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് കണ്ണുനീരൊപ്പുന്ന ഒരു കർത്താവത്രേ നമ്മൾ ആരാധിക്കുന്ന യേശു. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിൽ പോയി. അടുത്ത് അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അടുത്ത വരി. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അടുത്ത വരി. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ
ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ. ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമെന്ന് അവൻ അവളോട് വിളിച്ചു. അടുത്തവര് അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ്, നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും, കലത്തിൽ ഒരു പിടി മാവും, തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ, തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല. എനിക്കൊരു അപ്പവും ഇല്ല. അടുത്ത് ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഞാനിത് 2 വിറക് പറക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. മരിപ്പാനിരിക്കണ്ടോ? അവർ മരിക്കാനിരിക്കുമ്പോൾ ഈ രംഗം അവർ പറയും മുമ്പേ ആരാണ്? ആഴമറിയുന്നൊരു ദൈവം ഇതിനകത്തിരിക്കുന്ന അനേകർ സ്വത്രം മനസ്സിനകത്ത് പല വ്യത്യസ്തമായ വിഷയത്തോടെ ഇരിക്കുകയാണ്. വീട്ടിനകത്ത് പരസ്പരം അറിഞ്ഞുകൂടാ, പലർക്കും പുറത്തുള്ളവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ പുറമേ ഉള്ള കാര്യങ്ങൾ അനേകർക്കറിയാം. എന്നാൽ ഹൃദയം വിങ്ങലോടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പൈതലെ, നിന്റെ വിങ്ങൽ അറിയുന്നൊരു കർത്താവ് ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഈ അമ്മയും മകനും മരിക്കാൻ കാത്തിരിക്കുമ്പോൾ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെയുള്ള ഏലിയാവിനെ ഭക്ഷണമില്ലാതെ മരിക്കാൻ കാത്തിരിക്കുന്ന കുടുംബത്തിനകത്ത് പറഞ്ഞയക്കുമ്പോൾ ദൈവത്തിനൊരു വലിയൊരു ഉദ്ദേശമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും തിരുവചനം വിളിച്ചു പറയുന്ന, മക്കളെ, നമ്മെക്കുറിച്ചൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന പൈതലെ, നിന്നെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഈ ദേശത്തോട് ദൈവം വിളിച്ചു പറയുന്നു, മക്കളെ, നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന ഉദ്ദേശമായിരിക്കത്തില്ല, നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ട് വരിക. പിന്നെ നിനക്കും നിന്റെ മകന് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. അടുത്ത് യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ. മക്കളെ, നീ മരിക്കാൻ പോകുന്നത് ഭക്ഷണം ഇല്ലാത്തോണ്ടല്ലേ? പക്ഷെ നീ കേട്ടോ, യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീരത്തില്ല. അടുത്ത തീർന്നു പോകയില്ല. ഭരണിയുടെ എണ്ണ കുറഞ്ഞു പോകയില്ല. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഇനി എന്ത് ചെയ്യുമെന്ന് നീ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഞരക്കം പുറത്ത് ആർക്കും അറിഞ്ഞുകൂടെങ്കിലും നിന്റെ ഞരക്കം അറിയുന്ന ഒരു ദൈവം ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുതിരൊപ്പാൻ, അടഞ്ഞ വഴികളെ തുറക്കാൻ, ശത്രുവിന്റെ കോട്ടകളെ ഉടയ്ക്കാൻ, ആ അമ്മയും കുഞ്ഞും മരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആ സ്വത്രം ദുഷ്ട പിശാച് ഇവരെ കൊല്ലാൻ വേണ്ടി അവനും പദ്ധതികൾ ഒരുക്കിയിരിക്കുമ്പോൾ, സ്വർഗം ഇത് അറിഞ്ഞ് അഭിഷേകമുള്ള ഒരുത്തനെ ആ കോട്ടയ്ക്കകത്ത് കാല് ചവിട്ടി അവയെ തകർക്കുവാൻ അഭിഷേകമുള്ള ഒരുത്തനെ ദൈവം പറഞ്ഞയക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തും സ്വർഗം ചിലരുടെ മേൽ ഒരു അഭിഷേകത്തെ കൈമാറുന്നുണ്ട്, ഒരു ശക്തിയെ കൈമാറുന്നുണ്ട്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ തളർന്നു പോകത്തില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ച് അന്ധകാര മണ്ഡലങ്ങളെ തച്ചുടച്ചുകൊണ്ട്, കോട്ടകളെ ഉടച്ചുകൊണ്ട്, ഇരുട്ടുകളെ തകർത്തുകൊണ്ട് ഈ അന്ത്യ നാളുകളിൽ ശക്തിയോടെ യേശുവിനെ ഉയർത്തുവാൻ ശക്തിയേറിയ അഭിഷേകത്തെ ഇന്ന് രാത്രി സ്വർഗ്ഗം ചില മക്കളുടെ മേൽ ഇന്ന് രാത്രി കൈമാറുകയാണ്. ഹല്ലേലൂയ. ഉള്ളമറിയുന്നൊരു ദൈവം, ഞരക്കമറിയുന്നൊരു ദൈവം. നീ മരിക്കുന്നതിന് മുൻപേ, നിന്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപേ, രണ്ടുപേരും മരിക്കും മുൻപേ പ്രാണപ്രിയൻ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ, നീ പോക. ഏലിയാവിനോട് പറഞ്ഞില്ല അവിടെ മാവില്ല, അവര് മരിക്കാതിരിക്കുന്ന കുടുംബമാണെന്നല്ല ഏലിയാവിനോട് പറഞ്ഞത്. നിന്നെ പോറ്റാൻ ഒരാളിനെ അവിടെ ആക്കിയിട്ടുണ്ട്. അവര് മരണം കാത്തിരിക്കുക. നോക്കിയേ, വിട്ട സ്ഥലം നോക്കിയേ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് രാത്രി നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്. കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ച് ആരോടോ ആലോചന പറയുകയാണ്. നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി ദൈവത്തിന് ഈ നാളുകൾ ചെയ്യാനുണ്ട്. നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി, നിന്നിലൂടെ ഒരു ദൈവത്തിന്റെ പദ്ധതി ഈ നാളുകൾ ദൈവത്തിന് നിന്നിലൂടെ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുതം നിന്നിലൂടെ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരുവൻ മരണം മതി കർത്താവേ എന്ന് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ഒരുവനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഏലിയാവെന്ന അഭിഷേകമുള്ളവൻ, ഒരു ഇസബേൽ എന്ന മണ്ഡലത്തിന്റെ ഭയം, അവളുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി. അവൻ്റെ മരണ ഭയത്തെ പൊട്ടിച്ചു, അവൻ്റെ കോട്ടകളെ ഉടച്ചു, അവൻ്റെ ആന്താര മണ്ഡലങ്ങളെ ഉടച്ചു.
ഇന്ന് രാത്രി ചില മക്കളെ കെട്ടിപ്പൂട്ടി രാത്രിയുടെ യാമക്കത്തിൽ ഉറങ്ങാൻ പറ്റാതെ ജീവിക്കുന്നത് എന്തിന്? സ്വസ്ഥത നഷ്ടപ്പെട്ട് ദുർസ്വപ്നങ്ങൾ കണ്ട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്ന ചില മക്കളെ ഇന്ന് രാത്രി ഭരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ പൊട്ടിക്കാൻ കഴിവുള്ള നസ്രയനാകുന്ന യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന്, നിന്നെ ആരാധിക്കാൻ വിടുകയില്ലെന്ന്, നിന്നെ പ്രാർത്ഥിക്കാൻ വിടുകയില്ലെന്ന്, നീ കുടുംബത്തിനകത്ത് സ്വസ്ഥത പ്രാപിക്കാൻ വിടുകയില്ലെന്ന്, സമാധാനം പ്രാപിക്കാൻ വിടുകയില്ലെന്ന്, നിന്റെ കുടുംബത്തെ വാദിച്ച് വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ശക്തികളെ തകർക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ, വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ഹാഗർ എന്ന ഒരു സഹോദരി, അമ്മേൻ ഒരു കുഞ്ഞും കയ്യിലുണ്ട്. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അല്പം അടയും കൊടുത്ത് അമ്മയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കുകയാണ്. സാറ പറഞ്ഞിട്ടാണ് ഹാഗറിനെയും കുഞ്ഞിനെയും പുറത്തിറക്കുന്നത്. ഈ ലോകം നിനക്ക് തന്നാൽ ഒരു തുരുത്തി വെള്ളം തന്നെന്ന് വരും, ഈ ലോകം നിനക്ക് തന്നാൽ അല്പം അട തന്നെന്ന് വരും. എന്നാൽ ദൈവം നിനക്ക് തന്നാൽ ഒരു തുരുത്തിയല്ല തരുന്നത്, അല്പം അടയല്ല തരുന്നത്. ഇന്ന് രാത്രി ദൈവം നിനക്കൊരു വഴി തുറന്നാൽ, ദൈവം നിന്റെ മേൽ പ്രവർത്തിച്ചാൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിന്നെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അബ്രഹാം ഉണ്ടല്ലോ, ഒരു തുരുത്തി വെള്ളവും അല്പം അടയും കൊടുത്ത് അമ്മയും കുഞ്ഞിനെയും പറഞ്ഞയച്ചു വിട്ടു. എന്നാൽ കുറച്ച് ദൂരം ചെന്നപ്പോൾ അപ്പവും തീർന്നു, തുരുത്തിയിലെ വെള്ളവും തീർന്നു. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് കരുതി ഈ കുഞ്ഞിനെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഉപേക്ഷിച്ചിട്ട്, കുഞ്ഞലറി വിളിക്കുകയാണ്, ഉപേക്ഷിച്ചിട്ട് മാറി സഹോദരിക്കുമ്പോൾ ഇതാ ഒരു നിലവിളി. എന്താ കേൾക്കുന്നത്? ഹാഗറേ ഹാഗറേ, നിലവിളി, നിന്റെ കുഞ്ഞിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നുണ്ടോ? കുഞ്ഞിന്റെ നിലവിളി കേട്ടിട്ട് ദൈവം പറഞ്ഞു, മോസ്തോത്രം, നീ പോയിക്കൊള്ളുക, അവിടെ ഒരു ഉറവയുണ്ട്, അവിടെ നിന്ന് കുഞ്ഞിനെ കുടിപ്പിക്കാൻ പറഞ്ഞു. നോക്കിക്കേ, ഈ ലോകം നിനക്ക് തന്നാൽ ഒരു തുരുത്തി വെള്ളവും അല്പം അടയും തരും. എന്നാൽ ദൈവം തുറന്നാൽ തുരുത്തിയിൽ അളക്കുന്ന അളവല്ല, പിന്നെ ആർക്കും വറ്റിക്കാൻ പറ്റാത്ത ഒരു ഉറവേ. കര പഠിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ആരടച്ചാലും അടയ്ക്കാൻ പറ്റാത്ത, ആരടച്ചാലും അടയ്ക്കാൻ പറ്റാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും മണ്ണിട്ട് മൂടാൻ പറ്റാത്ത നിലവാരത്തിൽ ഒരു ഉറവെ തുറക്കുവാൻ മനുഷ്യൻ നിനക്ക് അളന്ന് നന്മ തരുമ്പോൾ, ലോകം നിനക്ക് അതിരിട്ട് നന്മ തരുമ്പോൾ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അളവ് നോക്കാതെ, പരിധി നോക്കാതെ, ആര് മണ്ണിട്ട് മൂടിയാലും, ആര് തകർത്ത് തള്ളിക്കളയാമെന്ന് ചിന്തിച്ചാലും ശരി, മൂടാൻ പറ്റാത്ത ഒരു ഉറവേ, ഒഴുക്ക് പറ്റാത്ത ഒരു ഉറവേ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് തുറന്ന് തരുവാൻ ഈ ദൈവം മതിയായവനാണ്. ഈ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ഇതാ സ്വസ്ത്രം, ഹാഗർ കൊടുത്ത വെള്ളം തീർന്നു. പിന്നെ അടുത്തെന്ന് സംഭവിച്ചു? അപ്പവും തീർന്നു. കുഞ്ഞിന്റെ മരണം ഇനി കാണണ്ട എന്ന് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട്, അയ്യോ എനിക്ക് കരച്ചിൽ കാണണ്ട എന്ന്, കണ്ണീര് കാണണ്ട എന്ന്, മരണം കാണണ്ട എന്ന് കാത്തിരിക്കുമ്പോൾ നിലവിളി കേട്ട ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നിന്റെ നിലവിളി കേട്ട്, നിന്റെ കണ്ണുനീര് കണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ, നിന്റെ നിലവിളിക്ക് ഉത്തരം തരുവാൻ, നിന്റെ നിരാശകൾ അറിയുന്ന, നിന്റെ ആദികളെ അറിയുന്ന, നിന്റെ വേദനകൾ അറിയുന്ന ഒരു നസ്രയനാകുന്ന യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. കഷ്ടതയുടെ തീച്ചൂളയിലാണ് നീ നടന്നു പോകുന്നെങ്കിലും അവയുടെ നടുവിലും നിന്നെ സഹായിക്കുന്ന, നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന, നിന്നെ ഉള്ളം കയ്യിൽ താങ്ങുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ദേശത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സഹോദരി നോക്കി, അമ്മ ഒരു തുരുത്തിയിൽ കൊള്ളുന്ന വെള്ളം മാത്രമല്ല, പിന്നെയോ ഒഴുക്ക് വറ്റാത്തൊരു ഉറവ എൻ്റെ ദൈവം തുറന്നാൽ അത് ഒഴുക്ക് പറ്റുന്നതല്ല. എൻ്റെ ദൈവം അടച്ചാൽ അത് തുറക്കാൻ ആർക്കും കഴിയത്തില്ല. മനുഷ്യൻ ഒരുപക്ഷേ സ്വത്രം ചിലതൊക്കെ അടയ്ക്കാൻ നോക്കിയെന്ന് വരാം, എന്നാൽ എൻ്റെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഹാഗറിന് വേണ്ടി ലോകം സകലതും കൊട്ടിയടച്ചപ്പോൾ എൻ്റെ ദൈവം അവൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു, അവൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു, അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു. ആർക്കും പറ്റിക്കാൻ പറ്റാത്ത ഉറവ ഇന്ന് രാത്രി അതേപോലൊരു ഉറവ ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഉറവ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കാൻ ശക്തിയുള്ള അഭിഷേകത്തിന്റെ നദി ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. മാത്രമല്ല, രോഗസൗഖ്യത്തിന്റെ നദി ഇതിനകത്ത് ഒഴുകുന്നുണ്ട്, സമാധാനത്തിന്റെ നദി ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. മാത്രമല്ല, ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ നിലവാരത്തിൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നീ ഏതെല്ലാം വിഷയം പ്രാർത്ഥിക്കുന്നുവോ അതിനകത്ത് നിന്നെ തൊടുന്നൊരു നദി
ഇതിനകത്ത് സ്വർഗം ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഹാഗറിന്റെ നിലവിളി കേട്ടു, കുഞ്ഞിന്റെ നിലവിളി കേട്ടു. ഹാഗറുടെ പേര് ചൊല്ലി വിളിച്ച ദൈവം ഈ വണ്ടന്നൂർ ദേശത്തും ഈ ദേവരക്കോട് ദേശത്തും സ്വർഗം ഇറങ്ങി നിന്ന് പേര് ചൊല്ലി അമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവം. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഭയപ്പെടേണ്ട. വായിച്ചേ 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിച്ചേ വേദപുസ്തകത്തിൽ. നീ ഭയപ്പെടേണ്ട. യെശയ്യാവ് 41-10, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി സഹോദര സഹോദരി, നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഒരുവനുണ്ട്. അതരാ യേശു ക്രിസ്തു. നീ ഭയപ്പെടേണ്ട. ലോകത്തെ കണ്ട് ആമേ സകലത്തെ പ്രശ്നം കണ്ട് പ്രതികൂലം കണ്ട് നീ ഭയപ്പെടല്. ഭയത്തെ ഉടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യനെ നീ നോക്കല്ലേ, എന്നാൽ നീ വീണു പോകും. ദൈവത്തെ നോക്കിയാൽ നീ വീണു പോകാൻ ദൈവം വിടുകയില്ല. ദൈവത്തെ നോക്കിയാൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കയില്ല. വായിച്ചെടുത്ത വരി. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എങ്ങനെയുള്ള ദൈവം? ശക്തീകരിക്കുന്ന ദൈവം. ഇന്ന് ശക്തിയില്ലാതെ വന്നിരിക്കുന്നുവോ? ശക്തീകരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10 മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ 13 വായിക്കുമ്പോൾ വായിച്ചേ. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 10 മുതൽ അങ്ങോട്ട് വായിച്ചേ. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വരി. യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. മഹത്വവും ശക്തിയും തേജസ്സും മഹിമയും എല്ലാം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളത്. ആ ശക്തി ആർക്കുള്ളതാ? ഇന്ന് ആ ശക്തി, ദൈവത്തിന്റെ ശക്തി തരാൻ വരുമ്പോ കർത്താവ് ആരെ? ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ അകത്ത് പകരാൻ പകയാ. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന മക്കളുടെ മേൽ, ഈ ശബ്ദം കേട്ട് പല സ്ഥലങ്ങളിലായിരിക്കുന്ന മക്കളുടെ മേൽ, ബലമില്ലാതിരിക്കുന്നവരുടെ മേൽ ബലം പകരുന്ന കർത്താവ് ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. വായിച്ചേ ഒന്നൂടെ. യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. സ്വർഗത്തിലുള്ളത് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളത്. ഭൂമിയിലൊക്കെയും ഉള്ളതാ ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. അടുത്ത വരി. യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു. അടുത്ത്, നീ സകലത്തിനും മീതെ തലവനായിരിക്കും. ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു. ആരെന്നാ വരുന്നേ? ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. കരങ്ങളെടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ധനവും ബഹുമാനം നിങ്ങളിൽ നിന്ന് വരുന്നു. അടുത്ത്, നീ സർവവും ഭരിക്കുന്ന ദൈവം. അടുത്ത വരി. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ശക്തി ബലം ആരുടെ കയ്യിലിരിക്കുക? ശക്തി ബലം ആരുടെ കയ്യിലുണ്ട്? നമ്മൾ ബലഹീനതയോടെ അല്ലേ വന്നേ? ശക്തി ഇല്ലാതെയല്ലേ വന്നേ? പക്ഷെ നമുക്ക് ശക്തി തരുന്ന ശക്തി ആരുടെ കയ്യിലിരിക്കുക? നമ്മുടെ കർത്താവിന്റെ കരത്തിൽ. ശക്തി അത്ഭുത ശക്തി യേശുവിൻ രക്തത്താ. ശക്തി അത്ഭുത ശക്തി അത്ഭുത ശക്തി യേശുവിൻ രക്തത്താ. ശക്തി അത്ഭുത ശക്തി ആട്ടിൻകൂട്ടി രക്തത്തിനാ. പൊടുന്തിടും വല്ലവൈ ഉന്നതത്തിൻ വല്ലവൈ ആവിൻ വല്ലവൈ അക്കിരിയിൽ വല്ലവൈ. പൊടുന്തിടും വല്ലവൈ ഉന്നതത്തിൻ വല്ലവൈ ആവിൻ വല്ലവൈ അക്കിരിയിൽ വല്ലവൈ. ദേവനെ 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 തുതിക്കിറോ തുതി
പരിശുദ്ധൻ നീരേ. ദേവനെ 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 തുതിക്കീറോ തുതിക്കീറോ തുതിക്കീറോ. പരിശുദ്ധൻ 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 നീരേ. ഹല്ലേലൂയ. യേശു മാത്രം ഉന്നതൻ. നമ്മുടെ കർത്താവ് ഉന്നതനത്തെ. ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ഒരാളെ ഉള്ളൂ. അതാരാ? നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ദിനവൃത്താന്തത്തിൽ പറഞ്ഞു ശക്തി തരുന്ന ദൈവമാണ്. യെശയ്യാവ് 41-ൽ പറഞ്ഞു എൻ്റെ ദൈവം ശക്തി തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ശക്തി തരുന്ന ദൈവം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. നീ ഏതൊക്കെ ബുദ്ധിമുട്ടോടെ ഇരുന്നാലും നിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ആ കണ്ണുനീര് ഒപ്പുക മാത്രമല്ല, ഒരു പുതിയ ശക്തിയെ ഇന്ന് രാത്രി കാലം പകർന്ന് ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു അഭിഷേകം പ്രാപിച്ചു പോകുമ്പോൾ സ്വർഗം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നീ വന്നതുപോലെ വെറും പാത്രമായിട്ടായിരിക്കാം, പക്ഷെ തിരികെ പോകുമ്പോൾ അപ്പൻ്റെ ശക്തി പ്രാപിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് കർത്താവിൻ്റെ കൃപയോടെ തിരിച്ചു പോകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 22-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആരെന്ന് കൊടുത്തിട്ടുണ്ട്. വായിച്ചേ. പൗലോസ് അരയോഗ്യമത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അതേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. നമ്മുടെ സർവശക്തനാകുന്ന ദൈവം ആരെന്ന് നമുക്ക് അറിയാം. കണ്ണ് അഗ്നിജ്വാല, മാറത്ത് പൊൻകച്ച കെട്ടി 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് ആ ദൈവത്തെ ആർക്ക് ഫോട്ടോയിൽ പതിപ്പിക്കാൻ പറ്റും? സ്നേഹിതരെ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് എൻ്റെ കർത്താവിനെ ആർക്ക് പതിക്കാൻ പറ്റും? അവിടെ സ്തോത്രം. യോഹന്നാൻ, സ്നാപക അപ്പോസ്തലനാകുന്ന യോഹന്നാൻ യേശുവിനോട് കൂടെ നടന്നവനാണ്. ഒരു ശിഷ്യനാണ് യോഹന്നാൻ. എന്നാൽ കൂടെ നടന്നപ്പോൾ കണ്ട യേശുവിനെ അല്ല പത്മോസിൽ യോഹന്നാൻ ദർശിച്ചത്. ആമേൻ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ അയ്യോ, ബോധം കെട്ടവനെ പോലെ, മരിച്ചവനെ പോലെ നിലത്ത് വീണു. അപ്പോൾ എൻ്റെ യേശു എങ്ങനെ നിന്ന് നോക്കിയേ? ഒരു മനുഷ്യനെ കാണാൻ പോലും പറ്റാത്ത വിധം എൻ്റെ ദൈവം, എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനും മനോഹർ അങ്ങേ പിന്നിലൊക്കെ യാത്ര പ്രാകൃതരജാന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ പോലെ സൗന്ദര്യമുള്ള ഉള്ളൂ അത് യേശു ക്രിസ്തു അത്രേ. നമ്മുടെ കർത്താവിനെ ഒരു ഫോട്ടോയ്ക്കകത്ത് പതിപ്പിക്കാൻ കഴിയത്തില്ല. പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലന് യേശുവിനെ കാണുമ്പോൾ അയാൾ പറയുകയാണ്, അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. കണ്ടോ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ വീണു. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖത്തിൻ്റെ ഫോട്ടോ ആർക്കെടുക്കാൻ പറ്റും? നമ്മുടെ കീച്ചയിൽ കിടക്കുന്ന യേശു സ്വത്രം സത്യ ദൈവമാണോ? നമ്മുടെ കീച്ചയിൽ കിടക്കുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കീച്ചയിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്രം ക്രിസ്മസ് സമയമാകുമ്പോൾ നമ്മൾ വിലപേശി 10, 25, 50 രൂപയ്ക്ക് വാങ്ങുന്ന യേശു നമ്മൾ ആരാധിക്കുന്ന ദൈവമാണോ? യേശുവിനെ ആൾക്കാർ കയ്യിൽ വാങ്ങി തോളിലിട്ട് കൊണ്ടുപോകുന്നില്ലേ? സ്വത്രം. ദൈവത്തെ തോളിലിടണമോ? ദൈവത്തെ കയ്യിലെടുക്കണമോ? അതാണോ ദൈവം? അതോ മാനവജാതിയെ മുഴുവനും തൂക്കിയെടുക്കുന്നതാണോ ദൈവം? അതോ മനുഷ്യൻ തൂക്കിയെടുക്കുന്നതാണോ ദൈവം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാനവജാതിയെ മുഴുവനും കയ്യിൽ പൊക്കിയെടുക്കാൻ കഴിവുള്ള, വെള്ളത്തെ ഞാൻ കൊണ്ടടക്കാൻ കഴിവുള്ള ഒരുവനെ ഉള്ളൂ, നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതാ സ്തോത്ര, ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് വിളിച്ചു പറഞ്ഞ് വായിക്കാമോ? ഞാൻ ചുറ്റി നടന്ന് 22-ാം അധ്യായം 17-22 മുതൽ വായിച്ച പൗലോസ് അരയോഗ്യമത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അതേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ. ഭയങ്കര ഭക്തിയെ കൊണ്ട് ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര ഭക്തിയാണ്. അടുത്ത് ഞാൻ ചുറ്റി നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അടുത്ത് എന്നാൽ നിങ്ങൾ അറിയാതെ
പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കിയേ, സത്യ നമസ്കാരികൾ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. ദൈവത്തെ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തലൻ നോക്കി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ആരാധിക്കുന്നുണ്ട്. അപ്പോസ്തലൻ എല്ലാം നോക്കി എങ്ങനെയൊക്കെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഭക്തന്മാരാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഭയങ്കരമാണ്, നിങ്ങളുടെ നിലവിളി പ്രാർത്ഥനയൊക്കെ ഭയങ്കര രീതിയിലുള്ളതാണ്. പക്ഷെ ഞാൻ നോക്കി ചിലതൊക്കെ കണ്ട കാര്യം പറയണം. അടുത്ത വരി വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ക്ഷേത്രങ്ങളിൽ ഈ ദൈവം വാസം ചെയ്യുന്നില്ല. അടുത്ത വരി, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് എന്ത് കൊടുക്കും? ജീവൻ കൊടുക്കും, ശ്വാസം കൊടുക്കും, എല്ലാം കൊടുക്കുവാൻ കഴിവുള്ള ആളാണ് ആര്? ദൈവം ഒന്ന് വിളിക്കുന്ന ആളിന് എപ്പോൾ വേണം ഇറങ്ങി വരാനുള്ള കഴിവ് വേണം. നമ്മുടെ കർത്താവിന് എപ്പോൾ ഇറങ്ങി വരാൻ കഴിവുണ്ടോ? ഇല്ലേ? എപ്പം വേണം ഇറങ്ങി വരാനുള്ള കഴിവ് ഉണ്ട്. എല്ലാ ഭാഷയും നമ്മുടെ ദൈവത്തിന് അറിയാമോ? അതോ മലയാളം മാത്രമേ അറിയാവുള്ള? അതോ ഇംഗ്ലീഷ് മാത്രമേ അറിയാവുള്ള? നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് എല്ലാ ഭാഷയും. ഇനി ദൈവം എന്ന് പറയണമെങ്കിൽ ഒരേ സമയം മുഴു ലോകം ഒരുമിച്ച് കാണാൻ പറ്റണം. അതാണ് ദൈവം. അങ്ങനെ ഒരാളെ ഉള്ളതാരാ? നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് ഒരുപോലെ കാണാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. മുഴു ലോകത്തെയും ഒരുമിച്ച് പൊക്കാൻ കഴിയണം ദൈവത്തിന്. നമ്മളെ ദൈവത്തിന് മുഴുവനെയും പൊക്കാൻ കഴിയും. ആകാശത്തെ അളന്നവൻ, വെള്ളത്തെ അളന്നവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, സർവശക്തനാകുന്ന ദൈവത്തിന് ഇവിടെയും ഇറങ്ങി നിന്ന് ഈ സമയത്ത് അമേരിക്കയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ സമയത്ത് മുഴു ലോകത്തിൽ താമസിക്കുന്ന സകല ജനത്തിൻ്റെയും ചിന്തയെ ഒരുപോലെ ഒരേ സമയം ഗ്രഹിക്കാൻ അറിയാവുന്നുള്ള ഒരാളെ ഉള്ളതാര്? എല്ലാ ജനത്തെ ഒരുമിച്ച്. നമുക്കിപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഒരാളിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും. എല്ലാവരെയും ഇങ്ങനെ നോക്കി ഞാൻ കറങ്ങി ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ മനുഷ്യര്? പക്ഷെ എൻ്റെ ദൈവം അങ്ങനെയല്ല. ഇവിടെ നിന്നാൽ മുഴു ലോകത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കാണാം. നോക്കിക്കേ, ആ കണ്ണ് നോക്കിക്കേ. ഹല്ലേലൂയ. അതാണ് സർവശക്തനാകുന്ന ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ എങ്ങനെ ആരാധിക്കുന്നത്? സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളം വാദ്യ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷം ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലും അത്ര ആരാധിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് അവിടെ എല്ലാവരും ചുറ്റി നടന്നു, നന്നായിട്ട് ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടു. പക്ഷെ അവർ ആരാധിക്കുന്നത് എങ്ങനെയൊന്ന് അപ്പോസ്തലൻ പറയുകയാണ്. വായിച്ചേ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ആ മനുഷ്യൻ കണ്ട ദൈവങ്ങൾ ആരാണെന്നും അപ്പോസ്തലൻ വ്യക്തമായിട്ട് നിരത്തി എഴുതുകയാണ്. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ.
വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അടുത്ത വരി. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും. ജീവൻ കൊടുക്കുന്ന ആരാ? എന്റെ ദൈവം. ശ്വാസം കൊടുക്കുന്ന ആരാ? എന്റെ ദൈവം. അടുത്ത വരി. സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അടുത്ത വരി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അടുത്ത വരി. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അടുത്ത വരി. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം, അടുത്തിരിക്കുന്നവനാണ്. നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കും. നമ്മുടെ ദൈവത്തിന് കണ്ണുണ്ട്, കാണാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് കാതുണ്ട്, കേൾക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് കാലുണ്ട്, നടക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് നമ്മളെ പൊക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് ശക്തീകരിക്കാൻ പറ്റും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പോസ്തലൻ അവിടെ പലതും നോക്കി. ഹല്ലേലൂയ. ഇതേ ദൈവത്തെ അവിടെ കാണാൻ പറ്റിയില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആര്? റോമർക്കുടെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. 1-ാം അധ്യായം അതിന്റെ 21, 22, 23 വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. സത്യ ദൈവത്തെ അറിയാമെങ്കിലും ഡിസംബർ മാസമാകുമ്പോൾ അവർ കടയിൽ അങ്ങോട്ട് കയറി പോകും. ഹല്ലേലൂയ. അവിടെ ചെന്ന് നോക്കും, അല്ലെങ്കിൽ വഴിയരികിൽ കൊണ്ടിട്ട് വിൽക്കുന്ന നോക്കും. എല്ലാം കൂടെ മറിയയും സ്വോത്രം, പിന്നെ യോസഫിനെയും മറിയത്തിനെയും യേശുക്കുഞ്ഞിനെയും പിന്നെ കുറെ ആട്ടിടന്മാരെ എല്ലാം കൂടെ നീക്കിക്കൂട്ടി വെച്ചിട്ട് ചോദിക്കും, എത്ര രൂപയ്ക്ക് തരും? കണ്ടോ? ദൈവത്തിന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി വീട്ടിൽ കൊണ്ട് പോകണം. ഇത് ദൈവമാകുമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിനകത്ത് കൊണ്ടുവച്ച് അങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജോലിലിരിക്കുന്ന ഫോട്ടോ അത് യേശുവാണോ സ്നേഹിതരെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കീ ചെയിനിൽ കിടക്കുന്ന യേശു അത് യേശുവാണോ? യോഹന്നാൻ പറയുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. അവനെ ഒരിക്കലും ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ബൈബിളിനകത്ത്, സ്കൂളിൽ കൊണ്ടുപോകുന്ന പുസ്തകത്തിനകത്ത്, നമ്മുടെ വീട്ടിനകത്ത്, ഷോക്കേഴ്സിനകത്ത് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് അത് യേശു ക്രിസ്തുവാണോ? ആ യേശുവിനെ യേശുപ്പാന്ന് വിളിച്ചാൽ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ സ്നേഹിതരെ? ഹല്ലേലൂയ. ആ യേശുവിനെ കീ ചെയിനിൽ കർത്താവേ എന്ന് വിളിച്ചാൽ നിങ്ങളോട് വല്ലതും സംസാരിക്കാറുണ്ടോ? അപ്പോൾ ഈ കീ ചെയിനിൽ കിടക്കുന്ന ആ ഫോട്ടോയാണോ വലുത്? സംസാരിച്ച നിങ്ങളാണോ വലുത്? ഹല്ലേലൂയ. കീ ചെയിനിൽ കിടക്കുന്ന ഫോട്ടോയാണോ വലുത്? സംസാരിച്ച നിങ്ങളാണോ വലുത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആരാ വലുത്? ആ ഫോട്ടോയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് മനുഷ്യർ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇതാ വേദപുസ്തകത്തിൽ പറയുന്നത് വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ. കണ്ടോ? അക്ഷയനായ, ഒരിക്കലും ക്ഷയമില്ലാത്ത ദൈവത്തിന്റെ, ഒന്നുകൂടെ വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി പല രൂപത്തിലും ഉണ്ടാക്കിയിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ ദൈവമാകില്ല. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ദൈവത്തെ തേടി എവിടെയെല്ലാം ഓടുന്നു നോക്കിയേ. നമ്മൾ ഓടുമ്പോൾ ചിന്തിക്കണം, ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണോ? ഇവിടെ നോക്കിയേ, ഒന്നുകൂടെ വായിച്ചേ, വരി ഒന്നുകൂടെ വായിച്ചേ. അവർ ദൈവത്തിന്റെ തേജസ്സുള്ള ദൈവത്തിന്റെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാതെ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ അവർക്കൊരു നിരൂപണം ഉണ്ടായി, അതിൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അവരാരായി? മൂഢരായി പോയി. അടുത്ത് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അടുത്തവര് അതുകൊണ്ട് ദൈവം അപ്പോ എന്റെ യേശുവിനെ ആരാക്കി മാറ്റി? ഈ കാണുന്ന സാദൃശ്യമുള്ളതാക്കി ദൈവത്തെ മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമേ, ഇത് ദൈവമാകുമോ? സങ്കീർത്തന പുസ്തകം 115 അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ച്. നമ്മുടെ ദൈവം ആരാ? സർവശക്തനത്രേ. നമ്മുടെ ദൈവം ആരാ? സർവജ്ഞാനി അത്രേ. നമ്മുടെ ദൈവം ആരാ? സകല ഭാഷയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനത്രേ. നമ്മുടെ ദൈവം ആരാ? അമേരിക്കയിലും ദുബായിലും നെയ്യാറ്റിൻകരയും തിരുവനന്തപുരത്തും ലോകത്തിന്റെ മുഴു ലോകത്തിലും ഒരുമിച്ച് ഇറങ്ങി നിൽക്കാൻ കഴിവുള്ള ആളത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. സകല മനുഷ്യന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. എല്ലാം ചെയ്യാൻ കഴിവുള്ള കർത്താവത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 115 അധ്യായം അതിന്റെ 1 വാക്യം മുതൽ വായിച്ചാട്ടെ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ. അടുത്ത വരി, അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിനെ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അടുത്ത, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ആ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ദൈവം ചെയ്യും. അടുത്ത വരി, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യരുടെ കൈവേല തന്നെ. അടുത്ത്, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കിയ, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അടുത്ത്, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. നമ്മുടെ ദൈവമാണ് സഹായവും പരിചയവും. നമ്മൾ ആശ്രയിക്കേണ്ടത് കൈയുണ്ടെങ്കിലും ഉയർത്താൻ പറ്റാതെ, കാലുണ്ടെങ്കിലും നടക്കാൻ പറ്റാതെ, കണ്ണുണ്ടെങ്കിലും തുറക്കാൻ പറ്റാതെ, വായുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റാതെ തൂക്കി എടുത്തുകൊണ്ട് പോകുന്നതല്ല നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. പിന്നെയോ നമ്മളെ തൂക്കി എടുക്കുന്ന, നമ്മളെ മാറോട് അണയ്ക്കുന്ന, നമ്മളെ തൂക്കി എടുക്കുന്ന, നമ്മുടെ അവസ്ഥകളെ കാണുന്ന, നമ്മുടെ കണ്ണുനീര് ഒപ്പുന്ന, നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരുന്ന, നമ്മൾ നിലവിളിക്കുമ്പോൾ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന, ജീവനുള്ള സത്യസന്ധമായ ആരാധിക്കുന്ന മക്കളുടെ നടുവിൽ ഇറങ്ങി വരുന്ന, പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന സത്യ ദൈവമത്രേ നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4 അധ്യായം 12 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, മറ്റൊരുവൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു നാമം, നാമങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നാമമല്ല യേശു, സകല നാമത്തിനും മേലായ നാമമത്രേ യേശുവിന്റെ നാമം. രാജാക്കന്മാരുടെ കൂട്ടത്തിലൊരു രാജ്യമല്ല യേശു ക്രിസ്തു, രാജാതി രാജാവത്രേ യേശു ക്രിസ്തു. കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, കർത്താതി കർത്താവത്രേ നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഈ യേശു ആദ്യനാണ്, ഈ യേശു അന്ത്യനാണ്, ഈ യേശു ആൽഫയാണ്, ഈ യേശു ഒമേഗയാണ്, ഈ യേശു ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ കർത്താവാണ് സത്യദൈവം, വേറെ ഒന്നുമില്ല. ഈ രക്ഷിക്കപ്പെടുവാൻ ആമേൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, മാനവജാതിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തിൽ രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് മരിച്ച് അടക്കപ്പെട്ട്, ഹേ മരണമെന്നതിന് ജയവിടെ, ഹേ മരണമെന്നതിന് വിഷമുള്ളവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നസ്രേനാകുന്ന യേശു എന്ന നാമമല്ലാതെ, ഹല്ലേലൂയ, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, സർവമുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാമം പാടും യേശുവിൻ നാമം. ഹല്ലേലൂയ. വേറെ
പാടിയാലും ശരി, ഞാൻ പറയാം, ഒരേ ഒരു നാമമേ ഉള്ളൂ, നമ്മൾ ആരാധിക്കുന്ന യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും അടങ്ങും. ഈ ലോകത്തിൽ അനേകർ സ്വത്രം പലരും സംശയിച്ച് ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാതിരിക്കുമ്പോൾ അതിനെയും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അടുത്ത് വന്ന് ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. രാത്രി ഇറങ്ങി വന്ന് നമ്മളെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവമാണ്. വേദനയോടെ കിടന്നുറങ്ങുമ്പോൾ അടുത്തിരുന്ന് തട്ടിത്തലവി മക്കളെ കിടന്നുറങ്ങിക്കോ, നീ കരയണ്ട, രാവിലെ ഉണരുമ്പോൾ നമ്മുടെ വേദനകളെ മാറ്റി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഭാരത്തോടിരിക്കുമ്പോൾ ഭാരത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. കൂടെ തലോടുന്നൊരു ദൈവമുണ്ട്. ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും മാറുമ്പോഴും മാറിപ്പോകാത്തൊരു ദൈവമുണ്ട്. അതത്രേ വാക്ക് തന്ന കർത്താവ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനത്രേ. ആ കർത്താവ് ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ താമസിച്ച ശേഷം യേശു കർത്താവ് ഒലിവുമലയിലേക്ക് കയറിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ, വേദപുസ്തകത്തിനകത്ത് എഴുതി ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, നിനയാത്ത നാഴികയിൽ ഇന്ന് ഏതെല്ലാം വിഷയത്തോടെ ഇതിനകത്ത് തകർന്നിരുന്നാലും ശരി, നിന്റെ വിഷയത്തെ കാണുന്നൊരു ദൈവമുണ്ട്. നീ സത്യത്തിൽ ആത്മാവിനും ആരാധിച്ച് കർത്താവിന്റെ മുട്ടുമടക്കമെങ്കിൽ പൈതലെ സാരഭത്തിലെ വിധവയുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് ആ വീട്ടിനകത്ത് ഏലിയാവിനെ പറഞ്ഞയച്ച സ്വർഗത്തിലെ ദൈവം, ഏലിയാവിന്റെ മരണഭയത്തെ ഉടച്ച് പുറത്തു കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം, ഹാഗറിന് വേണ്ടി ലോകം കൊടുത്ത വെള്ളം പറ്റിയപ്പോഴും ആർക്കും പറ്റിക്കാൻ പറ്റാത്തൊരു ഉറവെ തുറന്നു കൊടുത്തൊരു ദൈവം ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ചേർത്ത് പിടിക്കുന്ന, പേര് ചൊല്ലി വിളിക്കുന്ന സർവശക്തനാകുന്ന ദൈവം ഈ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സത്യത്തിലും ആത്മാവിനും ആരാധിക്കാൻ നിന്നെ തന്നെ സമർപ്പിച്ചാൽ, കർത്താവിന്റെ മുന്നിൽ മുഴങ്കാലം മടക്കിയാൽ, കണ്ണുണ്ടെങ്കിലും കാണാത്തതല്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതല്ല, കാലുണ്ടെങ്കിലും നടക്കാത്തതല്ല, നമ്മുടെ കർത്താവ് മുഴു ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരെന്ന് പറയുന്നത് രണ്ടും കൂടെ വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാം വാക്യവും യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. സ്വർഗം എന്നതാണ് ഈ കർത്താവ് ഇരിക്കുന്ന സ്ഥലം. കാലെവിടെ വച്ചിരിക്കുന്നു? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. നമ്മൾ ഇരിക്കുന്ന ഗ്രൗണ്ടിൽ ആരുടെ കാലിരിക്കുന്നു? അപ്പൊ യേശു ഇരിക്കുന്ന എവിടെ? സ്വർഗത്തിൽ. അപ്പൊ കാലിന്റെ വലിപ്പം നോക്കിയേ. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. കരടിച്ച്, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. സ്വർഗം സിംഹാസനം, ഭൂമി തന്റെ പാദപീഠം, അങ്ങനെയുള്ള ദൈവം, സ്തോത്രം, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം വായിച്ചേ. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും എവിടെ നിറഞ്ഞിരിക്കുന്നു? ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാണ് ദൈവം. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ഉള്ളു. തരാ ഒരു മൂല ഇരിക്കുന്നല്ല, ഒരു ഫ്രെയിമിനകത്തിരിക്കുന്നല്ല. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആകാശവും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന സർവ്വ സൈന്യാധിപനാകുന്ന യേശു.
സകലത്തെ ഉണ്ടാക്കിയ യേശു, സകലത്തെ വിളിച്ചു വരുത്തിയ യേശു, സകലത്തിന്റെ മേൽ അധികാരമുള്ള യേശു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് റോമക്കാരുടെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ പാർത്ത ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ ഒലിവുമലയിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാരോടൊപ്പം യേശു ക്രിസ്തു ഒലിവുമലയിലേക്ക് പോയിട്ട് യേശു പറഞ്ഞു, മക്കളെ, ഞാൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നു. ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും, വീണ്ടും വരും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം വായിച്ചേ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇത് സുപ്രസാദ കാലമാകുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ ദിവസം തള്ളിക്കളയല്ലേ, അവസരം തള്ളിക്കളയല്ലേ, സമയം തള്ളിക്കളയല്ലേ. അനേകർക്ക് സമയം കിട്ടി തള്ളിക്കളഞ്ഞു, അവരെല്ലാം നഷ്ടപ്പെടാൻ ഇടയെത്തീർന്നു. എന്നാൽ അവസരം പാഴാക്കാതെ ജീവൻ പ്രാപിച്ചവർ കർത്താവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി എന്ന് ഇന്നലെ ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നു, മക്കളെ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അതുകൊണ്ട് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ആ അപ്പനായി ഒരുങ്ങാമോ? നിനയാത്ത നാഴികയിൽ ഏത് രാത്രി വരുമെന്നറിയത്തില്ല, ഏത് പകൽ വരുമെന്നറിയത്തില്ല, ഏത് അർദ്ധരാത്രി വരുമെന്നറിയത്തില്ല. പക്ഷെ യേശു വരാറായി സ്നേഹിതരെ. ഇന്ന് ലോകം നോക്കി കഴിഞ്ഞ വർഷത്തെ ചൂടല്ല ഇന്ന്, അതിൻ്റെ അങ്ങേ വർഷത്തെ ചൂടല്ല ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരിക്കലും ഇല്ലാത്ത കൊടും ചൂടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതെല്ലാം കാണുമ്പോൾ ആമേ സ്വത്രം. അതിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിലതായി, അതിൻ്റെ കൊമ്പുകളിലതായി, അടുത്തു വേനൽ അറിഞ്ഞുകൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി, അടുത്തു വേനൽ അറിഞ്ഞുകൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. എൻ്റെ പ്രിയൻ യേശുനാഥൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. 1000 10,000ങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ഹല്ലേലൂയ. സംഭവങ്ങൾ കാണുമ്പോൾ വിളിച്ചു പറയുന്നു, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ വിളിച്ചു പറയുന്നു, ഇതാ യേശുവിന്റെ വരവെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 1 വായിച്ചേ, 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു 3 രീതിയിൽ വരണം. ഒന്ന്, യേശു വരേണ്ടത് എങ്ങനെ? മനുഷ്യനായി വരണം. എന്തിനു വേണ്ടിയാണ് മനുഷ്യനായി വരുന്നത്? എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. എന്തിനു വേണ്ടിയാണ് യേശു മനുഷ്യനായി വരേണ്ടത്? എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭയത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വരണമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു ഇങ്ങനെ വന്നു. ആദ്യം എങ്ങനെ വന്നേ? മനുഷ്യനായിട്ട് വന്നു. ഹല്ലേലൂയ. മനുഷ്യനായിട്ട് വന്നു. 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തു. ദൈവത്തിന്റെ ഇഷ്ടമെന്തോ അത് മാത്രം യേശു ചെയ്തു. 33.5 വയസ്സിൽ ഈ ഭൂമിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശു പറഞ്ഞു, മക്കളെ, ഞാൻ പോയി കാര്യസ്ഥരെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യോഹന്നാൻ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്. എവിടെ ഇരിക്കുന്നത്? ആരിരിക്കുന്നത്? എന്റെ യേശു ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ആരിരിക്കും? കർത്താവിന്റെ വചനം കേട്ട് വചനപ്രകാരം ക്രിസ്തുവിൽ ജീവിച്ച് കർത്താവിൻ സന്നിധിയിൽ കാത്തിരിക്കുന്ന മണവാട്ടി സൈന്യം ആരിരിക്കുന്നിടത്തിരിക്കും? പറഞ്ഞേ. യേശു ഇരിക്കുന്ന അടുത്ത്. വേറൊരിടത്തുനിന്നല്ല. പിന്നെ എവിടെ? യേശു ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലേ? ആണോ? അല്ലേ? നമ്മൾ എവിടെ പോയിരിക്കും? യേശു ഇരിക്കുന്ന ഇടത്ത് നമ്മളും ഒരു ദിവസം ഇരിക്കും. അതിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അപ്പൊ ഇനി വരാറായി. എന്തിനു വേണ്ടിയാണ് വരുന്നത്? യേശു ഇരിക്കുന്ന ഇടത്ത് എന്നെ നിങ്ങളെ കൊണ്ടിരുത്താനാണ് ഇനി അടുത്ത് വരുന്നത്. ഇപ്പൊ യേശു ഒന്നാമത് എങ്ങനെ വന്നു? മനുഷ്യനായി ഭൂമിയിൽ വന്നു.
സകലമാന പാപികൾക്കും വേണ്ടി യേശു മരിച്ചു. പാപമില്ലാത്തവൻ, ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. പാപമില്ലാത്തവൻ എന്ന് കേൾക്കാത്തവർ യൂട്യൂബിൽ കയറിയാൽ കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, പാപമില്ലാത്ത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി, ശാപമായി, നമ്മുടെ അകൃത്യ ഭാരം ക്രിസ്തുവിൻ്റെ മേലായി. ആ കർത്താവ് എനിക്ക് വേണ്ടി അകൃത്യ യാഗമായി ആ യേശു മരിച്ചു. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ഇനി കർത്താവ് വരുന്നത് എന്തിനു വേണ്ടി അറിയാമോ? പ്രവചന പുസ്തകത്തിൽ പഴയ നിയമത്തിനകത്ത് യേശുവിനെ കുറിച്ച് എന്തെല്ലാം പ്രവചനം പറഞ്ഞോ അതുപോലെ അക്ഷരാർത്ഥത്തിൽ പുതിയ നിയമത്തിനകത്ത് അതുപോലെ സംഭവിച്ചു. പഴയ നിയമത്തിൽ എന്തെല്ലാം പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞോ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു ജനിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ അസ്ഥികൾ ഒന്നും ഒടിയയില്ല എന്ന് പറഞ്ഞു, അതുപോലെ ഒടിഞ്ഞില്ല. യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കുമെന്ന് പറഞ്ഞു, അതുപോലെ ചീട്ടിട്ടെടുത്തു. അതുപോലെ 30 വെള്ളിക്കാശിന് ഒട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. യേശു ക്രിസ്തു ജനിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു മരിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. യേശു ഉയർക്കുമെന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. ധനവാന്മാരോട് കൂടെ അടക്കം ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. യേശു കർത്താവ് ഒലിവമലയിലേക്ക് ശിഷ്യന്മാരുമായി കടന്നുപോയി. ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു മുകളിലേക്ക് പറന്ന് 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 മുകളിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ ആകാശത്ത് നിന്ന് 2 ദൂതന്മാർ വിളിച്ചു പറയും, അല്ലയോ അല്ലയോ ഗലീലയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് വീണ്ടും വരും. ഇന്ന് രാത്രി എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? യേശു ഇന്ന് വന്നാലും ഞാൻ കയറി പോകുമെന്ന് പറയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി യേശു കയറി വന്നാൽ നമ്മളിൽ ആരെല്ലാം എടുക്കപ്പെട്ട സ്നേഹിതരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സ്വയങ്ങളെ മരിപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ മകനായി ക്രിസ്തുവിൽ ജീവിക്കുന്ന, വചനത്തിൽ ജീവിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന, ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു പൈതലിനെ മാത്രമേ യേശുവിനോടൊപ്പം കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. പ്രവചനത്തിലെ സത്യങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നിറവേറേണ്ട കാര്യം യേശുവിന്റെ വീണ്ടും വരവാണ് സ്നേഹിതരെ. അമ്മേ, അന്ന് വന്നത് പാപികൾക്കാണ് വന്നതെങ്കിൽ ഇനി കർത്താവ് വരുന്നത് മനുഷ്യനായിട്ടില്ല. ഇനി ആരാ വരുന്നത്? 3 രീതിയിൽ വരണം. ഒന്ന്, കർത്താവ് മനുഷ്യനായിട്ട് വരണം, അത് വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത് യേശു വരേണ്ടത് മണവാളനായിട്ടാണ്. മൂന്നാമത് യേശു വരേണ്ടത് രാജാതി രാജാവായിട്ടാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒന്നാമത് യേശു വന്നപ്പോൾ മനുഷ്യൻ കൊടുത്തുന്ന മുൾക്കിരീടം, എന്നാൽ പൊൻകിരീടധാരിയായി യേശു രാജാതി രാജാവായി 1000 ആണ്ട് വാഴാൻ, ഈ ഭൂമിയെ ഭരിക്കാൻ, ഈ ഭൂമിയിൽ വാഴാൻ, ഓ സ്തോത്രം, യേശു വരാൻ സമയമായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദേശനിവാസികളെ, വണ്ടന്നൂർ ദേശനിവാസികളെ, എന്റെ യേശു വരാറായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു എന്ത് ചെയ്തു? ഒന്നാമത് മനുഷ്യനായിട്ട് വന്നു. ഇനി വരേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ഇനി എങ്ങനെ വരുന്നത്? മണവാളനായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒന്നാമത് വന്നത് എങ്ങനെയെന്ന് 27-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് എബ്രായർക്ക് ലേഖനം 9:28 പറയുന്നു, ഇനി എൻ്റെ യേശു വരുന്നത് എന്തിന്? വായിച്ചേ. ഒരിക്കൽ മരിക്കുകയും 28. അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഇനി വരുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, തനിക്കായി കാത്തിരിക്കുന്ന മക്കളുടെ രക്ഷയ്ക്കായി. അടുത്ത രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. സഹോദര സഹോദരി, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഒരുങ്ങിയിരിപ്പിന്. മനുഷ്യനായിട്ട് വരേണ്ടിയിരുന്നു, യേശു വന്നു കഴിഞ്ഞു. എന്നാൽ ഇനി വരേണ്ടത് മണവാളനായിട്ടാണ് വരേണ്ടത്. മണവാളൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? മണവാട്ടിയെ സ്വീകരിക്കാനാണ് മണവരൻ വരുന്നത്. ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹമാകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹമാകുമ്പോൾ ആ പയ്യൻ കൊണ്ടുകൊടുക്കുന്ന വസ്ത്രമെല്ലാം ധരിച്ച് സ്വത്രം വിവാഹ വേദിയിൽ അവളെ കൊണ്ടുവരുമല്ലേ? ഹല്ലേലൂയ. അവൻ കൊടുത്ത വസ്ത്രവും ധരിച്ച് ഒരുങ്ങി, നല്ല രീതിയിൽ ഒരുങ്ങി വന്നിരിക്കുമ്പോൾ അവൻ വിവാഹം ചെയ്ത് അവളെയും കാറിൽ കയറ്റി അവൻ്റെ വീട്ടിലേക്ക് പോകും. അവനായി കാത്തിരിക്കുന്ന, അവൻ കൊടുത്ത വസ്ത്രം ധരിച്ച് അവന് വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്ന് മുതൽ അവളുടെ കണ്ണ് എപ്പോഴും എൻ്റെ ചേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം എന്നെന്നാണ് ഓർത്തത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എൻഗേജ്മെന്റ് കഴിഞ്ഞ പൈതങ്ങൾക്കായി ഈ വണ്ടന്നൂർ ദേശത്ത്, ഈ തേവരക്കോട് ദേശത്ത് ക്രിസ്തുവും ഞാനുമായി, ക്രിസ്തുവും നിങ്ങളുമായി എൻഗേജ്മെന്റ്
എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ പൈതലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള പൈതങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആർക്കൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞു? എൻഗേജ്മെന്റ് കഴിഞ്ഞവരെല്ലാം കര ഉയർത്തിക്കേ. യേശു നിങ്ങളുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞവരെല്ലാം കര ഉയർത്തിക്കേ. ഹല്ലേലൂയ. ഒരുപാട് ഒരു കര ഉയർത്തിയില്ല. നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ യേശുവായിട്ട്? ഇന്ന് രാത്രി എൻഗേജ്മെന്റ് കഴിഞ്ഞേ പോകാവോ? എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് എങ്ങനെ അറിയാം? അഭിഷേകമുള്ളവന് എൻഗേജ്മെന്റ് കഴിഞ്ഞു. നിന്റെ മേൽ അഭിഷേകമുണ്ടോ? പരിശുദ്ധാത്മാവെന്ന മുദ്ര നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാ, എൻ്റെ അപ്പൻ നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കുമ്പോഴാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന മുദ്ര ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് മണവാട്ടി വർഗം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത് പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി പറയാൻ, കർത്താവേ എൻ്റെ മേൽ പരിശുദ്ധന്മാരെ തരിക, എൻ്റെ പാപത്തെ ക്ഷമിക്കുക, എനിക്ക് ഒപ്പച്ചനെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം, ദൈവഹിതപ്രകാരം ജീവിക്കണം, എന്നെയും കൂടെ തുടരണമെന്ന് പ്രാർത്ഥിക്കണം. ഇനി എൻ്റെ യേശു വരുന്നത് ആർക്ക് വേണ്ടി അറിയാമോ? കാത്തിരിക്കുന്ന വചനപ്രകാരം കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. സഹോദര സഹോദരി, മണവാളന്റെ മണവാട്ടിയാണോ താങ്കൾ? എന്നാൽ ഇന്ന് രാത്രി വന്നാലും താങ്കൾക്ക് പേടിക്കാൻ ഒന്നുമില്ല. യേശുവിനോടൊപ്പം കയറി പോകാം. ഇനി എൻ്റെ യേശു വരുന്നത് മണവാളനായി മധ്യാകാശേശു വരും. വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കും. എങ്ങനെയാണ്? 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ വായിച്ച് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിച്ച്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരാൻ സമയമായി. യേശു കർത്താവ് ഇനി വരുന്നത് മണവാളനായിട്ടാണ് വരുന്നത്. എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്നറിയാമോ? മണവാട്ടിയെ ചേർക്കാൻ. യേശു മധ്യാകാശം വന്ന് ഇപ്രകാരം വിളിച്ചു പറയും, എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ചടക്കപ്പെട്ട എൻ്റെ വിശുദ്ധന്മാരെ ഇങ്ങി വരുവീരെന്ന് പറയുമ്പോൾ, മധ്യാകാശേ ആ കർത്താവ് നിന്ന് വിളിച്ചു പറയുമ്പോൾ, ഈ നിമിഷം വരെ ഇന്ന് രാത്രി ഈ സമയത്താണ്, ഈ 8:30 മണിയായി. ഇപ്പോൾ ഈ 8:30 മണിക്കാണ് യേശു വന്ന എന്ത് സംഭവിക്കുന്നു ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്, പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു, കസേര ഇരിക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴാണ് യേശു മധ്യാകാശം വന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? ഒന്നാമത് നമ്മൾ ഇരിക്കുന്ന സ്തോത്രം അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിയിൽ കുറെ വിശുദ്ധന്മാർ ചിലപ്പോൾ കാണും, നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഈ റോഡിനകത്ത് റോഡ് വെട്ടുമ്പേ കുറെ വിശുദ്ധന്മാർ അടക്കം ചെയ്തിട്ടുണ്ടായിരിക്കും. അന്ന് റോഡൊന്നുമില്ല, അതിന്റെ അടിയിൽ ചിലർ കാണും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴാണ് യേശു വന്നാൽ മധ്യാകാശം എന്ന് വിളിച്ചാൽ ഒറ്റ വിളിക്കും. എന്താണ് വിളിക്കുന്നത്? ആദ്യം കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യം എഴുന്നേൽക്കുന്ന ആരാണ്? കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. അവരെന്തിനേയും കല്ലറയ്ക്കകത്ത് നിന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് കല്ലറകളെ വിട്ട് ചാടി എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25, 26, 27, 28 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25, 26, 27 വാക്യം വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകൾ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യേശുക്രിസ്തു മധ്യാകാശത്ത് വിളിച്ചു പറയും, എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ചടക്കപ്പെട്ട എന്റെ വിശുദ്ധന്മാരെ കയറി വരുവീരെന്ന് പറയുന്ന മാത്രയിൽ നമ്മൾ താമസിക്കുന്ന ഭവനത്തിന്റെ അടിത്തട്ടിൽ സ്തോത്രം നമ്മൾ പോലും അറിയാതെ ആരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ്
മുമ്പേ അടക്കിയിട്ടുണ്ടോ അവരെല്ലാം ഈ വീട് പൊളിച്ച് അതേ സ്പോട്ട് ടൈമിൽ മറ്റൊരു ശരീരം പ്രാപിച്ച് എഴുന്നേറ്റ് വരും. റോഡുകൾ പൊട്ടി പിളർന്നു പോകും. റെയിൽവേ ക്രോസുകൾ തകർന്ന് തരിപ്പണമാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അടിയിൽ കിടക്കുന്ന വിശുദ്ധന്മാരെല്ലാം അവിടെയാ മറ്റൊരു ശരീരം പ്രാപിച്ച് കല്ലറകൾ കിടക്കുന്ന സകല വിശുദ്ധന്മാരും രോഗം വരാത്ത ദൂതന്മാരെ പോലെയുള്ള ശരീരം പ്രാപിച്ച് ഇതാ ദൂതൻ തുല്യനായി ഇവർ സ്വത്രം കല്ലറകളെ പൊട്ടിത്തുറന്ന് അവിടെയായിട്ട് നിൽക്കും. ഹല്ലേലൂയ, സ്തോത്ര, ദൈവത്തിന് സ്തോത്ര. ഇതുവരെ രോഗം വന്ന ശരീരമായിരുന്നു. ഇപ്പൊ ഇനി എന്ത് വരത്തില്ല? രോഗം വരത്തില്ല. കർത്താവാകുന്ന യേശു ദൂതനെ പോലെ, കർത്താവ് പറഞ്ഞു നിങ്ങൾ ദൂതന്മാരെ പോലെ വരുമെന്ന വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. മറ്റൊരു ശരീരം പ്രാപിച്ച് ദൂതന്മാരെ പോലെ. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 2, 3, 4 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു നമ്മൾ യേശുവിനെ പോലെ. വായിച്ചേ, 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2, 3 വാക്യം വായിച്ചേ. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു ഇന്നത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, എന്നാൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് ആകൊണ്ട് അവനോട് സദൃശന്മാർ ആകും. എൻ്റെ അപ്പനെ പോലെ ആകും. ഹല്ലേലൂയ. വിശുദ്ധന്മാരെല്ലാം കല്ലറകളെ പൊട്ടിത്തുറന്ന് എഴുന്നേറ്റ് വരും. ഈ സമയമാണ് യേശു വന്നാൽ ഈ ദേശം മാത്രമല്ല ഈ മുഴു ലോകത്തിലും എവിടെയെല്ലാം യേശു കർത്താവിന്റെ വിശുദ്ധന്മാർ ആയിരിക്കുന്നുവോ ആ വിശുദ്ധന്മാർ ആയിരിക്കുന്ന സ്ഥലത്ത്, ആ ആറ്റിനകത്താണെങ്കിൽ, കടലിന്റെ അടിയിലാണെങ്കിൽ, കാട്ടിനകത്താണെങ്കിൽ, കല്ലറയ്ക്കകത്താണെങ്കിൽ, ഭവനത്തിന്റെ അടിയിലാണെങ്കിൽ, റോഡിന്റെ അടിയിലാണെങ്കിൽ, റെയിൽവേ പാളത്തിന്റെ അടിയിലാണെങ്കിൽ, എവിടെയാകട്ടെ അവതെല്ലാം പൊട്ടിത്തുറന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് യേശു ക്രിസ്തു എങ്ങനെ കല്ലറകളെ പൊട്ടിത്തുറന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നുവോ അതുപോലെ കർത്താവിൽ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കലേക്ക് കയറി പോകും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. പിന്നെ ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആ യേശു ഇപ്പോൾ ഈ നിമിഷം വന്നാൽ വിശുദ്ധന്മാർ എടുക്കപ്പെടും. അടക്കപ്പെട്ട വിശുദ്ധന്മാർ മറ്റൊരു ശരീരം പ്രാപിച്ച് യേശുവിനോട് കൂടെ കയറി പോകും. വീണ്ടും ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ നിമിഷമാണ് വരുന്നതെങ്കിൽ ഇത്രയും കസേരകൾ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ യേശുവിൻ്റെ വരവ് ഇപ്പോഴാണെങ്കിൽ ഇതിനകത്ത് എത്ര കർത്താവിൻ്റെ മണവാട്ടികളുണ്ടോ, ഒരു നൊടി നേരം കൊണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത് കസേര മാത്രം കാണും, ആളിനെ കാണത്തില്ല. ആള് മറ്റൊരു ശരീരം പ്രാപിച്ച് എൻ്റെ യേശു പാട്ടുകാരൻ പാടി, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇന്നവിടതിൽ കാണാമെന്നാൾ ചേർന്നടിക്കേ. ചേരുന്നാം വേഗത്തിൽ ഇന്നവിടതിൽ കാണാമെന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാടിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും. പാടിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ വീടതിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. മണ്ണോടു ചേർന്നാൽ രൂപാന്തരം ദേഹം മണ്ണോടു ചേർന്നാൽ രൂപാന്തരം പ്രാപിക്കും.
അഭിഷേകം വിശ്വാസത്തോടെ പാടിക്കേ. രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ, ചങ്ങല കൂടട്ടെ, ചങ്ങല പോലെ കൂടട്ടെ. മരണമതും തെല്ലും നീ ഭയപ്പെടാതെ ദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വിശ്വാസത്തോടെ പാടിക്കേ. ധൈര്യത്തോടെ പാട്. രക്ഷിക്കപ്പെട്ട പൈതലേ, മാനസാന്തരപ്പെട്ട പൈതലേ, ജ്ഞാനപ്പെട്ട പൈതലേ, അഭിഷേകം പ്രാപിച്ച പൈതലേ, യാതൊരു ശക്തിയോടെ പറ. യേശുവിനെ കാണും. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചാടി ഉയർന്ന് കേൾക്കുമ്പോൾ ചാടി ഉയർന്ന് വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇൻമ വീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി സുവിശേഷം 24-ാം 29 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, യേശു ഇന്ന് രാത്രി വന്നാൽ രണ്ടുപേർ വയലിലിരിക്കും, ഒരാളിനെ ചേർക്കും, ഒരാളിനെ തള്ളിക്കളയും. രണ്ടുപേർ ഒരുമിച്ച് കിടന്ന് ഉറങ്ങും, ഒരാളിനെ ചേർക്കും, ഒരാളിനെ തള്ളിക്കളയും. ഒരു ട്രെയിനിൽ 5000 ആൾക്കാർ ഇരിക്കും. പക്ഷെ അതിനകത്ത് ട്രെയിൻ ഓടിക്കുന്ന വ്യക്തി വിശുദ്ധനാണെങ്കിൽ അയാളെ കർത്താവ് എടുത്തുകൊണ്ട് പോകും. ട്രെയിൻ എങ്ങോട്ടെന്ന് അറിയത്തില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ ബസ്സിലും ട്രെയിനിലും 2 വീലറിലും 4 വീലറിലും പല വാഹനങ്ങളിലും ഫ്ലൈറ്റിൽ നൂറുകണക്കിന് ആൾക്കാർ ഫ്ലൈറ്റിൽ ഹെലികോപ്റ്ററുകളിൽ ആമേൻ പലതിലും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയം എൻ്റെ അപ്പൻ ഇറങ്ങി വരും. എൻ്റെ അപ്പൻ ഇറങ്ങി വരുമ്പോൾ ഫ്ലൈറ്റിനകത്തും ഹെലികോപ്റ്ററിനകത്തും ബസ്സിനകത്തും ലോറിക്കകത്തും 2 വീലറിനകത്തും വീട്ടിനകത്തും സകല രാജ്യങ്ങളിലും സകല മുക്കിലും മൂലയിലുമുള്ള വിശുദ്ധന്മാർ കയറി പോകും. എന്നെ കേൾക്കുന്ന സഹോദരനെ, വലിയ രക്തപ്പുഴ ഈ ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങുന്നു. വാഹനങ്ങൾ തകരാൻ തുടങ്ങുന്നു, ട്രെയിനുകൾ തകരാൻ തുടങ്ങുന്നു, ഫ്ലൈറ്റുകൾ തകർന്നു വീഴാൻ തുടങ്ങുന്നു, ട്രെയിനുകൾ ഇടിച്ച് തകരാൻ തുടങ്ങുന്നു. വലിയൊരു രക്തപ്പുഴ ഈ ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങുന്നു. ഭവനത്തിനകത്ത് 10 പേരുണ്ടായിരുന്നു, 5 പേരെ കാണാനില്ല. അവരെവിടെ പോയെന്നറിയത്തില്ല. ആമേൻ. വിവാഹ വേദിയിൽ 5000 പേര് നിന്നു, ഇവ 3000 പേരെ കാണാനില്ല. കസേര ഒഴിഞ്ഞു കിടക്കുന്ന അവരെവിടെ പോയി? മറ്റൊരു ശരീരം പ്രാപിച്ച് കസേര ഉപേക്ഷിച്ച് എൻ്റെ അരുമനാഥന്റെ അടുക്കലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി സ്നേഹിത സഹോദര, നീ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ അവനോടൊപ്പം കയറി പോകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം വായിച്ചേ 24-ാം അധ്യായം. എല്ലാവരും വേദപുസ്തകം തുറന്ന് 29-ാം വാക്യം മുതൽ വായിച്ചേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കർത്താവിന്റെ മക്കൾ, അടക്കപ്പെട്ട മക്കളെ കൂട്ടിച്ചേർക്കും. അടുത്തവരി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ യേശു അടുക്കെ വാതിക്കലാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലേ,
വാദിക്കലാണ്. ഇനി നീ മാറിപ്പോകല്ലേ. നീ അകലം വിട്ടു പോയ ആളാണെങ്കിൽ ഇന്ന് നിന്നോട് അടുത്തു വരുവാൻ ദൈവവചനം വീണ്ടും വിളിച്ചു പറയുകയാണ്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കാൻ ശക്തിയുള്ളൊരു ദൈവം ഈ ദേശത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. ഇതൊക്കെയും സംഭവിക്കുവോളാം. ഇതൊക്കെ സംഭവിക്കുവോളാം. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഒഴിഞ്ഞു പോകത്തില്ല. അടുത്ത ഇത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വരി. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഈ പറയുന്നില്ലേ വചനം? ചില ചിന്തിക്ക് സിസ്റ്ററെ കുറെ വർഷം കൊണ്ട് നിങ്ങൾ പറയുന്നല്ലോ, ഇപ്പം വരും ഒന്ന്. ഹല്ലേലൂയ. ഞാൻ പറയാം സ്വത്രം. നിങ്ങളിൽ ചിലരും കൂടെ രക്ഷിക്കപ്പെടാൻ ചിന്തിച്ച കഴിഞ്ഞ ദിവസം വരായിരുന്ന കർത്താവ് വരാത്തത്. കരമടിച്ച് സൂചിച്ചേ. അവസാനത്തെ ആളും കൂടെ, സ്വർഗത്തിലെത്തേണ്ട അവസാനത്തെ ആളും കൂടെ എൻ്റെ അപ്പൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഈ നിമിഷമാണ് ആ അവസാനത്തെ ആളെത്തുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശു വന്ന് സകല ജനത്തെയും കൊണ്ടുപോകും. എൻ്റെ അപ്പൻ എണ്ണി വെച്ചിരിക്കുന്ന ആൾക്കാരിൽ അവസാനത്തെ കണ്ണി ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴാണ് ചേർക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ സമയം കർത്താവ് വരികയും ചെയ്യും, നമ്മൾ കയറി പോവുകയും ചെയ്യും. ജീസസ് ആമേൻ. ചിലരും കൂടെ എൻ്റെ അപ്പനോടൊപ്പം കയറി പോകാനുണ്ട്. ചിലരും കൂടെ രക്ഷിക്കപ്പെടാനുണ്ട്. ചിലരും കൂടെ മാനസാന്തരപ്പെടാനുണ്ട്. ചിലരും കൂടെ സ്നാനപ്പെടാനുണ്ട്. ചിലരും കൂടെ അഭിഷേകം പ്രാപിക്കാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകം പ്രാപിക്കാനും സ്നാനപ്പെടാനും സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാനും നിനക്ക് ഒരുപാട് അവസരം കിട്ടി. എന്നാൽ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി യേശു സ്നേഹത്തോടെ പറയുന്നു, മക്കളെ ഇനി ഈ അവസരം തള്ളിക്കളയല്. നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ രക്ഷിക്കുവാൻ സർവശക്തനത്രേ. നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ വിടുവിക്കുവാൻ മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. മത്തായി സുവിശേഷം അടുത്ത വാക്യം വായിച്ചേ. ഇതൊക്കെയും സംഭവിക്കുവോളാം. ഇതൊക്കെ സംഭവിക്കുവോളാം. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും തിരുവചനത്തിന്റെ ഇതില്ല ഒഴിഞ്ഞു പോകുന്നില്ല. അടുത്ത വരി വായിച്ചേ. ആ നാളും നാഴികയും സംബന്ധിച്ചോ? ആ നാളും നാഴികയും സംബന്ധിച്ചോ? എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അടുത്ത വരി. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു. എല്ലാത്തിനും ഉണ്ട്. ഇന്നെല്ലാം ഉണ്ട്. എല്ലാ വീടുകളിലും ആഹാരമുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും സകലതും ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് യേശുവാണ്. എല്ലാ വീടുകളിലും ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, കയറി കിടക്കാൻ പാർപ്പിടമുണ്ട്. എന്നാൽ ഇന്നില്ലാത്തത് നമ്മുടെ വീട്ടിനകത്ത് യേശുവില്ല. ഇന്ന് രാത്രി സ്നേഹിത സഹോദര, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, ലോകത്തിലുള്ളത് എല്ലാം നിന്റെ കൂടെ ഉണ്ട്. പക്ഷേ മരണം കഴിഞ്ഞും യേശുവിന്റെ വരവിലും നിന്നെ നിത്യത്തിൽ കൊണ്ടുപോകാൻ ശക്തിയുള്ള സർവശക്തനാകുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ആ യേശുവിനെ കൊണ്ടേ പോകാവൂ. ആ യേശുവില്ല നീ പോകല്ലേ. യോഹന്ന സുവിശേഷം 21 അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇതാ 20 അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയ എന്ന സഹോദരി, യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തു അടക്കം ചെയ്തു. എന്നാൽ സ്വത്രം വെളുപ്പിന് ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ കല്ലറയിൽ പോയി. ഹല്ലേലൂയ. യേശുവിന്റെ കല്ലറ ചെന്ന് നോക്കിയപ്പോ കല്ലറ തുറന്നു കിടക്കുന്നു. യേശുവിനെ അവിടെ കാണാനില്ല. അവിടെ ആരെ കാണാനില്ല? എന്നെ ശ്രദ്ധിക്കാൻ പോകാവൂ. ആ ദൈവശക്തി പ്രാപിക്കാതെ ഒരൊറ്റ മനുഷ്യർ പോകല്ലേ. ഈ ദേശനിവാസികളെ, ഇന്ന് രാത്രി എന്റെ യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് സമർപ്പിക്കാൻ മനസ്സുണ്ടോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഇന്ന് ആ രക്തം കൊണ്ട് കഴുകുന്ന യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, മറിയയെ നോക്കി യേശു കല്ലറയ്ക്കകത്ത് യേശുവിനെ കാണാനാ വന്നേ. അവൾ നോക്കിയപ്പോൾ കല്ലുരുട്ടി മാറ്റി. അവൾ അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ യേശുവിനെ അവിടെ കാണാനില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിനെ അവിടെ കാണാനില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, മരിച്ച ഒരു ബോഡി വെച്ചിരിക്കുന്ന കല്ലറയ്ക്കകത്ത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോവുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ. എങ്ങനെ പോയി? യേശുവിനോടുള്ള സ്നേഹം, ഹല്ലേലൂയ, യേശുവിനോടുള്ള ഇഷ്ടം, യേശുവിനോടുള്ള പ്രേമം, യേശുവിനോടുള്ള അഗാധമായ ബന്ധം, ആർക്കും പിടിച്ചു കുലുക്കാൻ പറ്റാത്ത, ആർക്കും
അകറ്റാൻ പറ്റാത്ത ക്രിസ്തുവിനോടുള്ള സ്നേഹം മറിയ വെളുപ്പിനെ കല്ലറി പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇവൾ പോയി എത്തി നോക്കി. ദൂതന്മാർ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല, ഇവൾ പോയില്ല. ദൂതന്മാരെ കണ്ടിട്ട് മറിയ പോയില്ല. മറിയോട് മറിയേ, യേശു ഉയർത്തെഴുന്നേറ്റ്, നീ പൊയ്ക്കോ. അവള് പോയില്ല. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പൊട്ടി 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 കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? എൻ്റെ യേശുവിനെ ഇല്ലാതെ ഞാൻ വീട്ടിൽ പോകത്തില്ല. എന്തിനാ അവൾ കരഞ്ഞേ? ആഹാരത്തിനല്ല, വസ്ത്രത്തിനല്ല, കോടി പ്രഭു ആകാനല്ല കരഞ്ഞത്. ഈ ലോകത്തിൽ ആൾക്കാർ നിന്ദിച്ചതുകൊണ്ടല്ല, പരിഹസിച്ചതുകൊണ്ടല്ല, കളിയാക്കിയതുകൊണ്ടല്ല. ഓ, ഈ സഹോദരി എന്തിനാ കരഞ്ഞേ? എൻ്റെ പ്രാണപ്രിയനെ കല്ലറയ്ക്കകത്ത് കണ്ടില്ല. അവനെ എവിടെ വെച്ചെന്ന് പറ, ഞാൻ എടുത്തോണ്ട് പോകാം. അവനെ കൊണ്ടേ ഞാൻ പോകൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് യേശുവിനെ വേണം? ഹല്ലേലൂയ. ഈ സഹോദരിയുടെ സ്നേഹം, എൻ്റെ യേശുവിനോടുള്ള ബന്ധം ഈ ലോകത്തിലുള്ള ആർക്കും അകറ്റാൻ പറ്റിയില്ല. ദൂതന്മാർ നിരുത്സാഹപ്പെടുത്തി അകറ്റാൻ നോക്കി, പക്ഷെ അകറ്റാൻ പറ്റിയില്ല. ഇവൾ പറഞ്ഞു ഇല്ല. കരഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഒരുവൻ നിൽക്കുന്നത് ഇവൾ കണ്ടു. ഇവൾ വിചാരിച്ചു അവിടുത്തെ തോട്ടക്കാരനെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്, തോട്ടക്കാരനെ, എൻ്റെ യജമാനനെ കണ്ടുവോ? എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ? ഹല്ലേലൂയ. പ്രേമ പരിമള കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസമേ, ഞാനോർത്തിടും തോറും എൻ മാനസം. ഹല്ലേലൂയ. ആ സഹോദരി പറയാണ്, എൻ്റെ പ്രാണപ്രിയനുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആമേൻ. അവിടെ നിൽക്കുന്നത് ആ മനുഷ്യനോട് യേശു എന്ന് അവർ അറിഞ്ഞില്ല. അവർ ചോദിക്കുകയാണ്, യജമാനനെ നീ എടുത്തോണ്ട് പോയെങ്കിൽ പറ, ഞാൻ ആ യേശുവിനെ എടുത്തോണ്ട് പോകാം. എവിടെ കൊണ്ടുവച്ചെന്ന് പറ, എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ എടുത്തോണ്ട് പോയിക്കൊള്ളാം. ഹല്ലേലൂയ. യേശു എന്ന് അവൾ അറിഞ്ഞില്ല. യേശു തിരിഞ്ഞ് അവളോട്, മറിയേ, മറിയേ. യേശുവിനെ കൊണ്ടല്ലാതെ അവൾ പോയില്ല. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ യേശുവാണ്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൾ ഓടിച്ചെന്ന് എൻ്റെ അപ്പനെ തൊടാൻ പോയി. കാരണം എന്താ? യേശു മരിക്കും മുമ്പ് എപ്പോഴും അവൾ അപ്പനോട് ഒട്ടിയെ നടന്നേ. ഓ, നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും കലങ്ങിയിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും കലങ്ങിയിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ. മറിയ ആര് പറഞ്ഞിട്ട് പോയില്ല. ആമേൻ. യേശു കർത്താവിനെ കണ്ടുമുട്ടി അവള്. ആമേൻ. യേശുവിനെ ഓടിച്ചെന്ന് പിടിക്കാൻ പോകുമ്പോൾ മറിയയോട് യേശു പറഞ്ഞു, എന്നെ തുടരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ സ്വത്രം ചോദിച്ചു നോക്കിയേ, മറിയയോട് ചോദിച്ചു നോക്കിയേ, നീ എന്താ വെളുപ്പിനെ ഇവിടെ വന്നേ? സ്വത്രം, മറിയ, നീ എന്തിനാ? ഈ കല്ലറയിൽ ആരും വരത്തില്ല. നീ വന്ന് നോക്കിക്കേ. ശിഷ്യന്മാർ വന്നിട്ട് എത്തി നോക്കി, അവർ തിരിച്ചു പോയി. എന്നാൽ യേശുവിനെ കണ്ടില്ല, അവിടെ തുറന്നു കിടക്കുന്നു. എന്നിട്ട് അവരാരും ഇവിടെ നിന്നില്ല. പക്ഷെ നീ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നേ? മറിയോടൊന്ന് ചോദിച്ചു നോക്കിയേ. അവൾ പറയും, ആർക്കും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിന്ന കാര്യം, ഓ, സുബോധം നഷ്ടപ്പെട്ടവളെ പോലെ ഭൂതം പിടിപെട്ട് റോഡുകളിൽ അലഞ്ഞ്, ഓ, വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ, ആഹാരമില്ലാതെ, എച്ചിൽ കൂമ്പാരത്തിനകത്ത് നിന്ന് ഭക്ഷണം കിട്ടാതെ, അതുപോലും കിട്ടാതെ ഞാൻ അലറി നടന്നപ്പോൾ അപ്പൻ എന്നെ വേണ്ട, അമ്മയ്ക്ക് ഒരുപക്ഷെ എന്നെ വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എല്ലാവർക്കും ഞാനൊരു നിന്ദയായി മാറി. എല്ലാവർക്കും ഭൂതം പിടിപെട്ടവളല്ലേ, ആർക്കും വേണ്ടാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട് റോഡുകളിലും കവലകളിലും രാത്രി ഉറക്കമില്ല, കടത്തിണ്ണകളിൽ ഞാൻ അലയുമ്പോൾ, ആമേൻ, വസ്ത്രം കീറിപ്പഴിഞ്ഞ്, ഓ, ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടെ ആരും കൈക്കൊള്ളാത്ത ഞാൻ സ്വബോധം നഷ്ടപ്പെട്ട് റോഡും വഴിയിലും അലഞ്ഞു നടക്കുമ്പോൾ ഒരു ദിവസം ഇതിനകത്ത് കിടന്നില്ലേ പ്രാണപ്രിയൻ എൻ്റെ അടുത്ത് വന്നു. ആരും ചേർത്ത് പിടിക്കാത്ത എന്നെ മാറോട് ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, എന്നെ തലോടി ആ രക്തം കൊണ്ട് കഴുകി എൻ്റെ ഭൂതത്തിന്റെ കെട്ടടിച്ചു. എനിക്ക് സുബോധം തന്നു. എൻ്റെ മെന്റൽ രോഗം മാറി, എൻ്റെ ഭൂതശക്തി അഴിഞ്ഞു. ഈ പ്രാണപ്രിയനെ വിട്ട് ഞാൻ എവിടെ ഓടും? സഹോദരിയുടെ സ്നേഹം ആടായിട്ടുള്ള സ്നേഹമാണ്. ഈ സ്നേഹമുള്ള സഹോദരിക്ക് ആരൊക്കെ മാറ്റി വിട്ടാലും അവൾ പറയും, ആരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ യേശുവിനായി, ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, ആരൊക്കെ എന്നെ ഉപേക്ഷിക്കട്ടെ, എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. എൻ്റെ
കണ്ണീരൊപ്പിയ ഒരു ദൈവമുണ്ട്. ആർക്കും വേണ്ടത് അലഞ്ഞു നടന്നപ്പോഴും മക്കളെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ആ സഹോദരി യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ യേശുവിനെ കൊണ്ടേ പോയുള്ള വീട്ടിൽ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മകനെ മകളെ, നീ തിരിച്ചു പോകുമ്പോൾ വന്നതുപോലെയല്ല, യേശുവിനെ കൊണ്ടേ പോകാവൂ. ഹല്ലേലൂയ. വായിച്ചേ, മത്തായിയുടെ സുവിശേഷം അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം വായിച്ചേ. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത വരി. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം. അങ്ങനെയല്ലേ, എല്ലാ ആഘോഷവും നമുക്കുണ്ട്, എല്ലാ ആഘോഷത്തിനും നമ്മൾ പോകും. പക്ഷെ ചോദിക്കട്ടെ, നമ്മുടെ കൂടെ യേശു ഉണ്ടോ? യേശുവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി യേശു വന്നാൽ കയറി പോകുമോ? ലോകത്തിൻ്റെ എല്ലാ ആഘോഷത്തിലും നമ്മൾ നമ്പർ 1 ആണ്. എന്നാൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്പർ 1 ആണോ? ക്രിസ്തു യേശു വരുമ്പോൾ കയറി പോകുന്നുള്ളൊരു ഉറപ്പുണ്ടോ? ബാക്കി എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, എന്നാൽ യേശുവിന് പ്രാധാന്യമുണ്ടോ സ്നേഹിതരെ? ഹല്ലേലൂയ. നോക്കിക്കേ, വിറ്റും നട്ടും കൊടുത്തും അടുത്ത എല്ലാവരെയും നീക്കിക്കളയോളം. എല്ലാവരും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. അടുത്ത മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ആരും അറിയാതെ എന്റെ ദൈവം ഇറങ്ങി വരും. അത്ര വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർ കയറി പോകും. ഇന്ന് രാത്രി ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? അടുത്ത വരി. അന്ന് 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചോണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും. നോക്കിക്കേ, അന്നൊരു കല്യാണം എന്ന് വെച്ചോ, യേശു വരുന്ന സമയത്ത് ഒരു കല്യാണം എന്ന് വെച്ചോ, പയ്യൻ പെണ്ണും നിൽക്കുകയാണ് കല്യാണത്തിന്. പാസ്റ്റർ കെട്ട് നടത്താൻ 2 കരം പിടിച്ച് കൊടുക്കാമെന്ന് വെച്ചോ, ഒരു കരം പയ്യൻ്റെ കരം, ഒരു കരം പെണ്ണിൻ്റെ കരം പിടിച്ചോണ്ടിരുമ്പോഴാണ് യേശു വന്നതെങ്കിൽ ഈ പയ്യനോ പെണ്ണോ ആരാണോ മണവാട്ടി അയാളെ കൊണ്ട് യേശു പിന്നെ ആരെ കെട്ടുകൂടെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? വരാറായി, അത് നടക്കാൻ സമയമായി. ആ കല്യാണത്തിന് അവിടെ കാത്തു നിൽക്കുന്ന കെട്ട് നടത്താൻ വന്ന പാസ്റ്റർ വിശുദ്ധനാണെങ്കിൽ എല്ലാവരും പോകുന്നതാണോ? ഇല്ല, പിന്നെ വിശുദ്ധി ഉള്ളവരെ പോകും അല്ലേ? ദൈവത്തിന് സ്വന്തം. അത് വിശുദ്ധനാണെങ്കിൽ കെട്ടിടത്ത് അവിടെ ആള് കർത്താവിൻ്റെ അടുത്ത് കയറി പോയി. അവിടെ നിൽക്കുന്ന 10,000-ങ്ങളിൽ എത്ര വിശുദ്ധന്മാരുണ്ടോ? ചെയറെല്ലാം കാലി. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇടയിൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫുള്ള് ഹോള് മൊത്തം ഫുള്ളായിരുന്ന ആള് ഇപ്പൊ പകുതിയിലധികം കാണാനില്ല. ഭക്ഷിച്ച ആഹാരം അവിടെ കിടക്കുന്നു, ആളെ കാണാനില്ല, കസേര ഉണ്ട്. യേശുവിൻ്റെ വരവിൽ ഇതുപോലെ സംഭവിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത അത്ഭുതം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ഈ മുഴു ലോകത്തിലും ഇതുവരെ നടക്കാത്ത ഒരത്ഭുതം നടക്കാൻ പോകുന്നു. ഇതെങ്ങനെയെന്ന് കോവിഡ് വന്നു. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? കോവിഡ് കണ്ടുപിടിച്ചോ? ഇത്രയും ശാസ്ത്രം വളർന്നു, കോവിഡ് കണ്ടുപിടിച്ചോ? ഇഞ്ചക്ഷൻ എടുത്തെല്ലാം വെറുതെ അല്ലേ? 4-3 ഡോസൊക്കെ എടുത്തില്ലേ? എടുത്തവരെ കൈയും കാലും ഒക്കെ തളർന്നില്ലേ? ശരിയാണോ തെറ്റാണോ? വീണ്ടും അവർക്ക് കോവിഡ് വന്നില്ലേ? എടുത്തവർ നഷ്ടപ്പെടില്ലേ? കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടും ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു അണുക്കളെ അല്ലെങ്കിൽ വൈറസിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണത്തെ കണ്ടുപിടിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റിയില്ല. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വരവിൽ ഇത് എന്ത് സംഭവിച്ചെന്നറിഞ്ഞുകൂടാതെ ലോകം മുഴുവൻ ഇളകി മറിയാൻ പോകുന്നു. ട്രെയിനുകളും ബസ്സുകളും സ്തോത്രം ഫ്ലൈറ്റുകളും ലോകത്തിലുള്ള സകല വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട് രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. ലോകം മുഴുവനും സ്തോത്രം ലൈവായി ചാനലുകളിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ശാസ്ത്ര ലോകം പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന വീട്ടിനകത്ത് 10 പേരാണ് ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ 5 പേരെ കാണാനില്ല. രാത്രി ഉറക്കത്തിലാണെങ്കിൽ ഭാര്യ കർത്താവിനോട് കയറിപ്പോയി. ഭർത്താവ് കണ്ണു തുറന്നു നോക്കി, ഭാര്യയെ കാണാനില്ല. ഭാര്യ എല്ലായിടം നോക്കി, മക്കളെ കാണാനില്ല. മക്കൾ യേശുവിന്റെ മക്കളായാൽ കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോയി. ചില മാതാപിതാക്കൾ ഒരുമിച്ച് കയറിപ്പോയി. പാപം ചെയ്യാത്തവരെല്ലാം കയറിപ്പോയി. കണ്ണു തുറന്നു നോക്കി, അടുത്തുള്ള വീട്ടുകാരെ ആരെയും കാണാനില്ല. കർത്താവിനെ ആരാധിച്ച, കർത്താവിന് ജീവിച്ച മക്കളെ ഒന്നും കാണാനില്ല. വലിയൊരു നിലവിളിയായി. ലോകം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നിരന്നു. ലക്ഷോപലക്ഷം ജനങ്ങളെ കാണാനില്ല. രക്തപ്പുഴ ഒഴുകി. ഇതെന്ത് സംഭവിച്ചോ എന്നറിഞ്ഞുകൂടാതെ ജനം നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടം ഇതാ. നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാതിരിക്കണമെന്നാണോ? അല്ല, പിന്നെ എങ്ങനെ ഇരിക്കണം? ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന അവസരം പാഴാക്കാതെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ആരൊക്കെ എന്തൊക്കെ പാടിച്ചാരിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേറെ ആരെ നോക്കണ്ട, ലോകത്തെ നോക്കണ്ട, ലോക ഇമ്പങ്ങളെ നോക്കണ്ട. മനുഷ്യർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ
മാത്രം നോക്ക്. പൈതലെ, നീ അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കിയ നിനക്കും ഈ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. എന്നെ കേൾക്കുന്ന പൈതലെ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. യേശു കർത്താവ് വരുമ്പോൾ ഒന്നാമത് മരിച്ചടക്കപ്പെട്ട സകല വിശുദ്ധന്മാരും യേശുവിനോടൊപ്പം കയറിപ്പോകും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും യേശുവിനോടൊപ്പം കയറിപ്പോകും. ഈ ഭൂമിയിൽ ഒരു വലിയൊരു രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. ഒരു എതിർ ക്രിസ്തു ഈ മുഴു ലോകത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു എതിർ ക്രിസ്തു ഈ മുഴു ലോകത്തെ ഭരിക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കും? ഞാൻ എവിടെ നിൽക്കും? യേശുവിനോടൊപ്പം പറന്ന് എവിടെ? സ്വർഗത്തിൽ. ഹല്ലേലൂയ. വിശുദ്ധന്മാരെല്ലാം എവിടെ? യേശുവിനോടുകൂടെ മധ്യാകാശത്ത് നിന്ന് വിളിക്കുമ്പോൾ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാർ യേശുവിനോടുകൂടെ കയറിപ്പോയി. പിന്നെ ജീവനോട് അന്ന് വരെ ശേഷിച്ച സകല വിശുദ്ധന്മാരും നിന്ന ഉണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, ദുഷിയുണ്ടായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ കാത്തിരുന്ന സകല മണവാട്ടികളും എൻ്റെ അപ്പനോടൊപ്പം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര വർഷം? 7 വർഷം. എത്ര വർഷം? പിന്നെ ഇവിടെ എത്ര വർഷം? ആരൊക്കെ? ഞാനും നമ്മളെല്ലാവരും യേശു കർത്താവും എവിടെ? സ്വർഗത്തിൽ. എത്ര വർഷം? 7 വർഷം. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടാണ് വീടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടാണ് വീടുമേ. ഭൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ. നോക്കിയേ, ഇന്ന് എൻ്റെ യേശു വന്നിരിക്കട്ടെ. ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവും. പെട്ടെന്ന് നിർത്താൻ സമയമായി. ഇപ്പോൾ എൻ്റെ യേശു വന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? ഒന്നാമത് യേശു ആരായിട്ട് വരണം? മനുഷ്യനായിട്ട് വരണം. വന്നോ ഇല്ലേ? മനുഷ്യനായിട്ട് യേശു വന്നോ ഇല്ലേ? ശ്രദ്ധിച്ചേ, വന്നോ ഇല്ലേ? എന്തിനു വേണ്ടിയാ വന്നേ? മനുഷ്യനായിട്ട് എന്തിനു വേണ്ടിയാ വന്നേ? എൻ്റെയും നിങ്ങളുടെ പാവത്തെ കഴുകി കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നോക്കുന്ന എല്ലാവരും ജീവൻ പ്രാപിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? മക്കളെ, സ്തോത്രം, ഞാൻ നിങ്ങളെ വീണ്ടും ചേർപ്പാൻ വരുമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ യേശു ക്രിസ്തു എവിടെ പോയി? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇനി എൻ്റെ യേശു വരുന്നത് കർത്താവിനായി കാത്തിരിക്കുന്ന മണവാട്ടിയെ സ്വീകരിക്കാനാണ്. മധ്യാകാശം വന്ന് കർത്താവ് വിളിക്കും. എങ്ങനെ വിളിക്കും? എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ചടക്കപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് വാ എന്ന് പറയുമ്പോൾ ആദ്യം എഴുന്നേൽക്കും? കല്ലറകൾ കിടക്കുന്ന വിശുദ്ധന്മാർ പൊട്ടിത്തുറന്ന് കാല് നഷ്ടപ്പെട്ട അടക്കം ചെയ്ത്. പക്ഷെ ഇപ്പൊ എഴുതിട്ട് വന്നപ്പോൾ കാലുണ്ട്, കണ്ണില്ലായിരുന്നു ഇപ്പൊ കണ്ണുണ്ട്, കൈയില്ലായിരുന്നു ഇപ്പൊ കൈയുണ്ട്, ശരീരഭാഗമില്ലായിരുന്നു ഇപ്പൊ ശരീരഭാഗമുണ്ട്. മറ്റൊരു ശരീരം പ്രാപിച്ച് രോഗത്തിന് തൊടാൻ പറ്റാത്ത, ശാപത്തിന് തൊടാൻ പറ്റാത്ത, രോഗത്തിനും ശാപത്തിനും ദുഃഖത്തിനും തൊടാൻ പറ്റാത്ത മറ്റൊരു ശരീരം പ്രാപിച്ച് എല്ലാവരും കർത്താവിനോട് കൂടെ കയറിപ്പോകും. പിന്നും ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തർ ആരോടൊപ്പം കയറിപ്പോകും? യേശുവിനോടൊപ്പം കയറിപ്പോകും. കയറി അങ്ങ് ചെല്ലുന്നതും നമ്മളും യേശുവും കൂടെ എവിടെ? സ്വർഗത്തിൽ. എത്ര വർഷം? 7 വർഷം. എത്ര വർഷം? 7 വർഷം അവിടെ ആയിരിക്കും. അവിടെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിഫലങ്ങളെല്ലാം അവിടെ വച്ചാൽ തരുന്നത്. പാട്ടുകാരൻ പാടി, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പ്രതിഫലം അവിടെ തരൂലേ? 7 വർഷം അവിടെ നമ്മളും യേശുവും കൂടെ. എത്ര വർഷം? 7 വർഷം. ആ 7 വർഷം അവിടെ ആനന്ദിച്ച് നൃത്തം ചെയ്ത് സ്തുതിച്ച് രോഗവും കണ്ണീരില്ലാതെ കാത്തിരുന്ന പ്രാണപ്രിയനെ അതുപോലെ മുഖാമുഖമായി കണ്ട് കർത്താവിനോട് കൂടെ തുള്ളിച്ച് ആടി ആനന്ദിക്കുമ്പോഴുണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവം കേട്ടോ. ഈ ഭൂമിയിൽ 1000, ശ്രദ്ധിച്ച്, ഈ ഭൂമിയിൽ 7 വർഷം ഒരു എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഭരിക്കപ്പെടും. ആ എതിർ ക്രിസ്തുവിൻ്റെ പേരാണ് അധർമ്മമൂർത്തി. ആ എതിർ ക്രിസ്തുവിൻ്റെ പേരാണ് തുമ്പുകെട്ട ഇടയൻ. ആ എതിർ ക്രിസ്തുവിൻ്റെ പേരാണ് അധർമ്മമൂർത്തി. ആ എതിർ ക്രിസ്തുവിനെ പറയുന്ന പേരാണ് അന്തിക്രിസ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ എതിർ ക്രിസ്തു ഈ മുഴു ലോകത്തെയും 7 വർഷം ഭരിക്കും. എത്ര വർഷം ഭരിക്കും? 7. ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലാവൂ. ഈ 7 വർഷം നമ്മളെവിടെ?
നമ്മളിവിടെ വിശുദ്ധന്മാരെവിടെ? യേശുവിനോടുകൂടെ സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം വാങ്ങി അവിടെ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 7 വർഷം എതിർ ക്രിസ്തു കടന്നു വന്ന് ജനത്തെ വശീകരിക്കും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 1-ാം വചനം മുതൽ വേഗത്തിൽ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം മുതൽ വായിച്ചേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കത്തോടെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നു ഞാൻ കേട്ടു. ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ പോകുകയാണ്. അടുത്ത് വീണ്ടും 3-ാം മുദ്ര 6-ാം വാക്യം വായിക്കുമ്പോൾ 6-ന്റെ 6 വായിക്കുമ്പോൾ ഒരു പണത്തിന് ഊരിടങ്ങി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങി യവം. ക്ഷാമം വരാൻ പോകുന്നു. ഈ ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ പോകുന്നു. എതിർ ക്രിസ്തുവിന്റെ കരങ്ങൾക്കകത്ത് വീണാൽ അയ്യോ ഇതുവരെ ഇല്ലാത്തൊരു കഷ്ടകാലമായിരിക്കും. 666 മുദ്ര വെക്കുന്ന കാലഘട്ടം, വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത കാലഘട്ടം, ഒന്നിന്റെ പുറത്ത് ഒന്നായി കഷ്ടതയുടെ കാലഘട്ടം, കയറിക്കിടക്കുന്ന വീട് എതിർ ക്രിസ്തുവിന്റെ ഗവൺമെന്റ് കണ്ടുകെട്ടുന്ന കാലഘട്ടം, കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, കിടക്കാൻ വീടില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, ബാങ്ക് ബാലൻസ് എതിർ ക്രിസ്തു കൊള്ളയടിക്കുന്ന ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ വരാറായി. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത സഹോദരി, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? താങ്കൾ ആ മണവാട്ടിയുടെ കൂട്ടത്തിലുണ്ടോ? അതോ എതിർ ക്രിസ്തുവിന്റെ കരങ്ങളിൽ എത്തപ്പെടുമോ? ഇതുവരെ ഇല്ലാത്ത ഒരു കഷ്ടകാലം ഈ ഭൂമിയിൽ ആഞ്ഞടിക്കാൻ നേരമായി. 7-ാം വാക്യം വായിക്കുമ്പോൾ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും. ക്രിസ്തുവിന്റെ കരത്തിൽ വീണാൽ ഇതെല്ലാം സംഭവിക്കും. വെളിപ്പാട് പുസ്തകത്തിന് എതിർ ക്രിസ്തുവിന്റെ ഈ സമയത്ത് വിശുദ്ധന്മാർ എവിടെയാണ്? പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക് എന്ന് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം എവിടെ പോയി? അപ്പനോടൊപ്പം എവിടെ 7 വർഷം, ക്രിസ്തുവിനോടൊപ്പം നമ്മളെല്ലാവരും ഇവിടെ സ്വർഗത്തിൽ 7 വർഷം. ആ സമയത്ത് സത്യവചനം കേട്ടിട്ട് ചവിട്ടി വലിച്ചെറിഞ്ഞ് ദൈവത്തെ കണ്ടുമുട്ടാതെ, ദൈവവചനത്തെ സ്ഥാനം കൊടുക്കാതെ, കർത്താവിനെ ആരാധിക്കാത്ത സകല പുള്ളികളും എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴപ്പെടും. ആ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഇത് എതിർ ക്രിസ്തു കണ്ടുകെട്ടും. വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ധരിക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, വെള്ളം പോലും കിട്ടാത്തൊരു കാലഘട്ടം, ഭക്ഷണം കിട്ടാത്ത കാലഘട്ടം, ഒരു വേട്ടപ്പട്ടിയെ പോലെ തെരുവുകളിൽ അടിയേറ്റ് വീഴുന്ന കാലഘട്ടം, മരിക്കാൻ നോക്കും മരണമില്ലാത്ത കാലഘട്ടം. ആത്മഹത്യ ചെയ്യാൻ ഓടും, പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു. സ്നേഹിത സഹോദര, താങ്കൾ യേശുവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. വ്യാധി വരും, അടുത്ത് മൃഗങ്ങൾ വരും, പിന്നെ വാള് വരും, ക്ഷാമം വരും. കണ്ടോ, ഇതെല്ലാ വിഷയങ്ങളും വരും. വീണ്ടും 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 12-ാം വാക്യം മുതൽ വെച്ച് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുളുകൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ശ്രദ്ധിക്കുന്നുണ്ടോ? ആകാശമുണ്ടല്ലോ, പേപ്പർ വിരിച്ചിരിക്കും പോലെ എൻ്റെ അപ്പൻ വിരിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ ഒറ്റ വാക്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ആകാശം ഞാൻ നിൽക്കുക. നമ്മുടെ കൊട പോലും നിൽക്കത്തില്ല നമ്മുടെ കയ്യിൽ. ഈ ആകാശം എത്ര കാലം കൊണ്ട് നിൽക്കുകയാണ്. അതാ പറഞ്ഞ് യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ നോട്ടത്തിന് ശക്തിയുണ്ട്. സർവശക്തനാത്രേ. ഹല്ലേലൂയ. ആകാശം പേപ്പർ പോലെ ചുരുണ്ട് മാറും. അടുത്ത വാക്യം വായിച്ചേ.
നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സുസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിൽ മലപ്പാറകളിൽ ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴും. തീർന്നില്ല, കട്ടത് തീർന്നില്ല. നിങ്ങൾ വായിക്കണം വീട്ടിൽ പോയിട്ട്. അത് ആദ്യം ഇങ്ങോട്ട് മൊത്തം വായിക്കണം. 8-ാം അധ്യായത്തിൽ 7-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അപ്പോൾ 1-ാമത്തൻ ഊതി, അപ്പോൾ രക്തം കറന്ന കൽമഴയും തീയും ഭൂമിയിൽ മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. പിന്നെ ആഹാര സാധനവും ഇല്ല, വെന്തുപോയി. കണ്ടോ സ്വത്രം, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കണ്ടോ, വെള്ളം കുടിക്കാനെന്ന് വൃത്തിയില്ലാതായി. കണ്ടോ, ഈ വെളിപ്പാട് പുസ്തകം വായിച്ചതിനകത്തുണ്ട്. ആ സമയം വിശുദ്ധന്മാർ 7 വർഷം എൻ്റെ പ്രാണപ്രിയനോടൊപ്പം ആമേൻ എവിടെ ഇരിക്കും? ആ സ്വർഗത്തിൽ യേശുവിനോട് കൂടെ ഇരിക്കും. 7 വർഷം തികയുമ്പോൾ വിശുദ്ധന്മാരും മണവാട്ടി സഭയും കൂടെ എന്തിനു വരും? വെള്ള കുതിര പുറത്ത്. എവിടെ നിന്നാണോ യേശു കയറിപ്പോയത്? എവിടെ നിന്നാണ് കയറിപ്പോയേ? ഒലിവ് മലയിലെ സെക്കരിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ, സെക്കരിയ പ്രവന്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. സെക്കരിയാവിൻ്റെ പുസ്തകം 14-ാം വാക്യം 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, 14-ന്റെ 1 മുതൽ വായിച്ചേ. അവർ നിന്റെ നടുവിൽ വെച്ച് 4 മുതൽ അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ. എവിടെന്നാ കയറിപ്പോയ യേശു? എവിടെന്നാ കയറിപ്പോയേ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യം പെട്ടെന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട്. 12-ാം വാക്യം അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ദ ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട്. അപ്പൊ എവിടെന്നാ പോയ യേശു ക്രിസ്തു? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എവിടെന്നാ? ഒലിവ് മലയിൽ നിന്ന്. ഇനി എന്റെ യേശു 7 വർഷം തികയുമ്പോൾ യേശുവും തന്റെ വിശുദ്ധ സൈന്യം ആരാ? മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരും പിന്നെ ആരൊക്കെ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരും മണവാട്ടികൾ കയറിപ്പോയില്ലേ? അവരും കൂടെ വെള്ള കുതിരപ്പുറത്ത്. യേശു ഒരു വെള്ള കുതിരപ്പുറത്ത്, ഞാൻ ഒരു വെള്ള കുതിരപ്പുറത്ത്, ഓരോ മണവാട്ടികളും ഓരോ വെള്ള കുതിരപ്പുറത്ത്. യേശു നമ്മൾ ഒരുമിച്ച് എവിടെ നിന്നാണോ യേശുവിൻ്റെ പാദം പൊങ്ങിയത് അതേ ഒരു മലയിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വരും. ആ വെള്ള കുതിര ഇറങ്ങി വരും. വായിച്ചേ അടുത്ത വാക്യം. അന്നാളിൽ അവന്റെ കാൽ സെക്കരിയാവിന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം. യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവ് ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. ഇറങ്ങി വരും. കണ്ടോ, അപ്പനോടൊപ്പം കയറിപ്പോയ സകല വിശുദ്ധന്മാരും ആ ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മണവാട്ടികൾക്കൊരു പ്രത്യാശയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും, ഇന്ന് മരിച്ചാലും, ഇന്ന് യേശു വന്നാലും അവർ പറയില്ല എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അപ്പനെ കാത്തിരിക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ കണ്ണ് തുറക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ കാണും. അപ്പൻ എപ്പോൾ വന്നാലും എൻ്റെ അപ്പൻ്റെ അടുക്കൽ കയറി പോകും. ഇന്ന് രാത്രി സ്നേഹിത സഹോദര, താങ്കൾ ഈ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം വായിക്കുമ്പോൾ വേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. കന്യകമാരോട് സദൃശമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രങ്ങൾ എണ്ണയും എടുത്തു. അടുത്തവർ പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. 10 പേരും മയക്കം പിടിച്ചു ഉറങ്ങിയ. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട്
നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ ഒരുങ്ങിയിരുന്നവർ മണവാളൻ വന്നപ്പോ ഒരുങ്ങിയിരുന്നവർ പോയി. ലോകത്തെ നോക്കിയില്ല. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാ. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാ. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാ. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓ ഭാരം പാവം ഓ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം ആഹാ തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി ചെറുപടിക്കേ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പുറകോട്ട് നോക്കട്ടെ. 10 കന്യകമാർ ഒരുങ്ങിയിരുന്നു അല്ലേ? ഇന്ന് വന്നാലും കർത്താവിനോട് പോകുമെന്ന് പറഞ്ഞു അല്ലേ? എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? മണവാട്ടികൾ കയറി പോകും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് രാത്രി നീ മണവാട്ടി വർഗത്തിൽ കയറിയിട്ടുണ്ടോ? 10 പേർ ഒരുങ്ങി കാത്തിരുന്നു. 10 പേരും ഒരുങ്ങിയതാ. 10 പേരും കാത്തിരുന്നവരാണ്. 10 പേരും മണവാളൻ വിളിച്ചപ്പോൾ ഉണർന്നു. പക്ഷെ ഉണർന്നപ്പോൾ 5 പേരിൽ വിളക്ക് കത്തിച്ചപ്പോൾ വിളക്ക് കത്തിയില്ല. സമയമായപ്പോൾ ഇന്ന് രാത്രി അനേകർ പറയാറുണ്ട് ഞാൻ എല്ലാം തികഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ സമയമാകുമ്പോൾ അറിയാം വിളക്ക് കത്തുമോ എന്ന്. ഇന്ന് രാത്രി വിശുദ്ധിയോടും വേർപാടോടും കർത്താവിൻ്റെ കൃപകളാൽ നിറഞ്ഞ് പാപത്തെ ജയിച്ച് ജഡമനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ഗലാത്യർ 2:20 ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നെന്ന് ആമെ പറഞ്ഞുകൊണ്ട് സകലത്തിൽ ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് ആമെ ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു. അതിനകത്ത് എന്തെന്ന് എഴുതിയിരിക്കുന്നത്? ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലതും ചവറന്നെണ്ണുന്നു. ഇന്ന് രാത്രികാലം നമുക്കെതിരെ നിൽക്കുന്ന സകലത്തെ ചവറന്നെണ്ണിക്കൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സത്യദൈവമാകുന്ന യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് പാപം വിട്ടുതിരിഞ്ഞ് വചനപ്രകാരം ജീവിക്കുവാൻ ഇന്ന് രാത്രി മുട്ടുമടക്കമെങ്കിൽ സഹോദര, യേശു വരുമ്പോൾ താങ്കൾ യേശുവിനോടുകൂടെ കയറിപ്പോകും. മാത്രമല്ല യേശുവിനോട് കൂടെ 7 വർഷം അവിടെ ആയിരിക്കുക മാത്രമല്ല തിരിച്ച് വെള്ള കുതിരപ്പുറത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി ഒലിവുമല വരും. ഒലിവുമല നമ്മൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ പ്രാണപ്രിയൻ്റെ പാദം ചവിട്ടി ഒലിവുമലയിൽ നമ്മൾ ഒരു ദിവസം ഇറങ്ങി വന്ന് നിൽക്കും. ആ ഒലിവുമല താഴ്വരയായി മാറിപ്പോകും. അവിടെ ഒരു വലിയ ഒരു രക്തപ്പുഴ ഒഴുകും. അവിടെ ഒരു യുദ്ധമുണ്ടാകും. യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെടും. എതിർ ക്രിസ്തു പിടിക്കപ്പെടും. എൻ്റെ യേശു 1000 ആണ്ട് രാജാതി രാജാവായി കർത്താതി കർത്താവായി ഈ ഭൂമിയെ വാഴും. ആമേൻ. അന്ന് മുൾക്കിരീടം വെച്ച അതേ തലയിൽ എൻ്റെ യേശു പൊൻകിരീടധാരിയായി 1000 ആണ്ട് ഈ ഭൂമിയിൽ യേശു വാഴും. ആ കർത്താവിനോടൊപ്പം നമ്മളും പാർക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? 10 പേർ കാത്തിരുന്നു അല്ലേ? 5 പേർ എണ്ണ ഉണ്ടായിരുന്നു, 5 പേർക്ക് എണ്ണയില്ല. ഇന്ന് രാത്രി എത്ര പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്? നിങ്ങൾ ഓരോ ദിവസവും വിശുദ്ധിയോടെ ജീവിച്ച് ആ ദൈവശക്തിയിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും കർത്താവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ജീവനെ പ്രാപിച്ചുകൊണ്ട് പാപത്തെ ജയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആത്മാവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് അപ്പാ ഞാൻ ഏതുമില്ല അപ്പാ അങ്ങയുടെ കൃപ എനിക്ക് വേണമെന്ന് ഇന്ന് രാത്രി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? 10 പേര് കാത്തു കിടന്നു. 5 പേര് മാത്രം കയറിപ്പോയി. എണ്ണ ഉണ്ടായിരുന്നു, വിളക്കുണ്ടായിരുന്നു, പാത്രം ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു. കണ്ടോ സ്വത്രം, ലോകത്തിലുള്ളതൊന്നും അവർ തിരിഞ്ഞു നോക്കിയില്ല. മറ്റേ 5 പേരുണ്ടല്ലോ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു കേട്ടോ. ഇന്ന് പലതരത്തിൽ ഇന്ന് രാത്രി മടങ്ങി വന്ന് മുട്ടുമടക്കാമെങ്കിൽ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. അടുത്ത് വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ 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 ഞങ്ങൾക്ക് തുറക്കണമെന്ന് പറഞ്ഞു. അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, മണവാട്ടിയെ കിടന്നതല്ലേ? ആണ്. പക്ഷെ അവർക്ക് ചില കുറവുകളുണ്ടായിരുന്നു. കണ്ടോ, അവർക്ക് ചില പള്ളി പോകത്തുണ്ടാണോ? പിന്നെ കർത്താവ് പറഞ്ഞ രീതിയിലുള്ള ഒരുക്കം ആയില്ല. അവർ തള്ളപ്പെട്ടു. ഞാൻ പറയട്ടെ, നമ്മൾ മനുഷ്യൻ പറയുന്ന ഒരുക്കമല്ല ആവശ്യം, വേദപുസ്തകം പറയുന്ന ഒരുക്കം.
ഹല്ലേലൂയ. വേദപുസ്തകം എന്ത് പറയുന്നു അതിന് വേണം ഒരുങ്ങാൻ, അല്ല എങ്കിൽ തള്ളപ്പെടും. വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. മത്തായി 22-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. വായിച്ചേ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിനെ ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർത്തു. എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരു തന്റെ വ്യാപാരത്തിലേക്കും പോയിക്കളഞ്ഞു. ഇന്ന് അങ്ങനെയാണ് സഹോദരങ്ങളെ. യേശുവിനെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റുന്നില്ല. ആ സമയം ഭയങ്കര അധ്വാനമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം കർത്താവിനെ യഥാർത്ഥമായിട്ട് കണ്ടുമുട്ടിയില്ലെങ്കിൽ തള്ളപ്പെടുമെന്നുള്ള കാര്യം മറക്കല്ല്. ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഇത് വരാൻ പോകുന്നു. ആർക്കും നമ്മളെ താങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം വരാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദര സഹോദരി, എത്ര പാപം കടിച്ചു പോയാലും ഇന്ന് രാത്രി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ രക്തം കൊണ്ട് കഴുകി ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു മരിച്ചത് നമുക്കായിട്ട്, നമുക്ക് വേണ്ടി അത്രേ. ആ ക്രൂശിൽ രക്തത്തിൽ വിശ്വസിച്ചാൽ, ആ ക്രൂശ് മരണത്തിൽ ഞാനും നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് പാപമോചനമുണ്ട്. ആ യേശുവിനോടൊപ്പം കയറിപ്പോക. ഇന്ന് രാത്രി പാപത്തെ ഏറ്റുപറയാമോ? അതോ സ്തോത്രം, ദൈവം തരുന്ന അവസരങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞുകൊണ്ട് ആമേൻ മാറ്റി കാലം വെക്കരുത്. എന്നും ആമേൻ അവസരം നമുക്ക് കിട്ടണമെന്നില്ല. കുറെ കാലം കൊണ്ട് നമ്മൾ അവസരങ്ങളെല്ലാം മാറ്റിവിടുകയാണ്. അടുത്ത അവസരം നമുക്ക് കിട്ടണമെന്നില്ല. ഇന്ന് രാത്രി താങ്കൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ യേശുവിനെ കർത്താവായി ഒന്ന് സ്വീകരിച്ചെങ്കിൽ, രക്ഷകനായി ഒന്ന് സ്വീകരിച്ചെങ്കിൽ, ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. യേശുവിനെ ഒന്ന് സ്വീകരിക്കാമോ? അടുത്ത വാക്യം വായിച്ചേ. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അവമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. ക്ഷണിക്കപ്പെട്ടവരാരും എന്ത് ചെയ്തില്ല? 10 പേർ ഒരുങ്ങി, 5 പേർ എന്ത് ചെയ്തില്ല? യോഗ്യരായില്ല. കണ്ടോ? യോഗ്യത വേണം. പ്രസംഗിക്കാൻ എന്ത് എളുപ്പം, പാടാനൊക്കെ എന്ത് എളുപ്പം. എപ്പോഴും പറയുന്നതാണ്, വചനം പറയാനും പ്രാർത്ഥിക്കാനും പാടാനും എല്ലാം വിസിറ്റ് ചെയ്യാനും ട്രാക്ടർ കൊടുക്കാനും പോകാനും എല്ലാത്തിനും എളുപ്പം. ഇതുപോലെ എന്നെപ്പോലെ കൺവെൻഷൻ പ്രസംഗിക്കാൻ എല്ലാം എളുപ്പം. പക്ഷെ കർത്താവ് യേശുവിൻ്റെ ജീവനിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഹല്ലേലൂയ. പള്ളിക്കകത്തുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകും. ഇല്ല സ്നേഹിതരെ, എങ്കിൽ പിന്നെ ഈ 10 പേര് പോണ്ടേ? പോയില്ല. 10 പേര്, 5 പേരേ പോയുള്ളൂ. ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ഒരുങ്ങിയിരുന്ന മക്കൾ കയറിപ്പോയി. ഇന്ന് രാത്രി വചനം വിട്ടൊരുങ്ങിയാൽ വക്കോല് കത്തിപ്പോകും പോലെ, മരം കത്തിപ്പോകും പോലെ, പുല്ല് കത്തിപ്പോകും പോലെ അത് കത്തിപ്പോകും, നിലനിൽക്കത്തില്ല. മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്ത പലതിനും ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരുന്നു. മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ തിരഞ്ഞെടുത്ത നല്ല അംശത്തെ അപകരിക്കാൻ ആർക്കും പറ്റിയില്ല. ഇന്ന് രാത്രി നല്ല അംശമാകുന്ന എൻ്റെ യേശുപ്പച്ചനെ ആര് സ്വീകരിച്ചിട്ടുണ്ട്? അതിനെ അപകരിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരംശമേ നല്ലതുള്ളൂ, ആ നല്ലവൻ യേശു മാത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇവിടെ അടുത്ത വാക്യം വായിക്കുമ്പോൾ നോക്കിയേ. ആകയാൽ വഴിത്തലേക്ക് ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് ഒരുക്കി, വിളിക്കപ്പെട്ടവരൊന്നും എന്ത് ചെയ്തില്ല? യോഗ്യരായില്ല. അടുത്ത വരി. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ. ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു വരി ഇവിടെ പറയാം. ഇന്ന് നമ്മൾ മോശമൊന്നും തള്ളിക്കളയുന്നില്ലേ? അവരോട് ഈ സുവിശേഷം പറഞ്ഞു നോക്കിയേ. പള്ളിക്കകത്തിരിക്കുന്ന അനേകർ, പള്ളി പോകുന്നവരും വചനം അറിയാമെന്ന് പറയുന്നവർ അനേകരും മുട്ടുമടക്കത്തില്ല. പക്ഷെ പുറത്തുള്ളവരോട് ചെന്ന് പറഞ്ഞു നോക്കിയേ, അവരപ്പം വീണിട്ട് പറയും, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. പള്ളി പോകുന്നൊരു വെയിറ്റ് ഇട്ടിരിക്കുമ്പോൾ, പള്ളി പോകുന്ന മറ്റ് ദൈവമക്കളെ കണ്ടാൽ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. ഞങ്ങൾ ബന്ധുക്കോസാരാ, അതുകൊണ്ട് വേറൊരാളിനെ കണ്ടാൽ സംസാരിക്കില്ല. മറ്റൊരു സഹോദരനെ സഹോദരിയെ കണ്ടാൽ അവരെ വീട്ടിലൊരു ആവശ്യത്തിന് വിളിച്ച് നമ്മൾ പോകില്ല. ഭയങ്കര വേർപാടാണ്. സ്വാതന്ത്ര്യം അവരംഗീകരിക്കത്തില്ല. സ്നേഹിതർ, ഇതൊന്നുമല്ല സുവിശേഷം.
അവരെ വീട്ടിൽ കല്യാണത്തിന് പോകാത്തതോ അവരോട് അതൊന്നും അല്ല സുവിശേഷം. സുവിശേഷത്തിലെ വേർപാട് വേറെയാണ്. പാവത്തോടുള്ള വേർപാട്, ലോകത്തോടുള്ള വേർപാട്, ജഡത്തോടുള്ള വേർപാട്, ജഡത്തിൽ വരുന്ന പാപ പ്രവർത്തികളോടുള്ള വേർപാടാണ് വേർപാട്. ഹല്ലേലൂയ. അവർ പാപം ചെയ്യുന്നു, ആ പാപം ദൈവപൈതൽ ചെയ്തില്ല, ആ വേർപാട്. അവരെ വീട്ടിൽ പോകാതിരിക്കുന്ന നല്ല വേർപാട്, അവരെ ആവശ്യങ്ങൾ പങ്കെടുക്കാതിരിക്കുന്ന നല്ല വേർപാട്, അവരോട് സംസാരിക്കാതിരിക്കുന്ന നല്ല വേർപാട്. ഞാൻ പറയട്ടെ, ഒരു കൂട്ടം പേരെ ക്ഷണിച്ചു കേട്ടോ, അവർ വചനം കേൾക്കുന്നില്ല. പക്ഷെ വഴി തലക്കിൽ പോയി ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു, എല്ലാവരും വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ സ്നേഹിതരെ, അനേകർ ഈ വചനം തള്ളിക്കളയുമ്പോൾ ചുങ്കക്കാരും വേശ്യമാരും കർത്താവിൻ്റെ രാജ്യത്ത് ചെന്നിരിക്കും. അവർ ഈ വചനം ഏറ്റെടുക്കും. അവർ പറയും, യേശു എനിക്ക് മതി, എൻ്റെ ജീവിതം ഞാൻ കർത്താവിനായി വിട്ടു കൊടുക്കാം. വചനം അറിയാന്നുള്ളവർ പറയും, ഞാൻ കുറേ കാലം കൊണ്ട് വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ പോകാനോ എനിക്കറിയാന്നുള്ളത് വേറെ ആർക്കും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് മുട്ടി കുത്തം കാണിച്ച് 5 പേര് തള്ളപ്പെട്ടെൻ്റെ കൂടെ വീഴുമ്പോൾ പാവത്തിൽ കിടക്കുന്നവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വിളിച്ച്, അപ്പാ എന്നെ കൂടെ രക്ഷിക്കണമേ, രക്തം കൊണ്ട് കഴുകണമേ, ഞാൻ അങ്ങേക്കായി ജീവിച്ചു കൊള്ളാം, ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കാം, അങ്ങയുടെ മകളായി ജീവിക്കാം എന്ന് പറഞ്ഞ് പാവത്തെ ഏറ്റു പറഞ്ഞ് യേശുവിനോടൊപ്പം കയറിപ്പോകും. എൻ്റെ സ്നേഹിത സഹോദര, താങ്കൾക്ക് കിട്ടിയ അവസരം പാഴാക്കല്ലേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. നോക്കിയേ, ചാടിക്കയറി കല്യാണ വസ്ത്രം ഇല്ലാതെ കയറിപ്പോയാലൊന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കല്യാണ വസ്ത്രം ധരിക്കണം, കർത്താവാകുന്ന യേശുവിന് ധരിക്കണം, പുതിയ സൃഷ്ടിയാകണം, പാപത്തെ ഏറ്റു പറയണം, ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, വല്ലവിധനെ എങ്ങനെയെങ്കിലും തള്ളിക്കയറാൻ പറഞ്ഞാൽ തള്ളിക്കയറാൻ കഴിയത്തില്ല. ദൈവവചനപ്രകാരം ജീവിക്കണം. 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തു കിടക്കുകയാണ്. 2 കള്ളന്മാരിൽ ഒരു കള്ളൻ പറഞ്ഞു, കർത്താവേ അവസാന ഊഴമാണ്, 2 പേര് 3 പേര് മരിക്കാൻ സമയം. ആരൊക്കെ? യേശുവിന് 2 കള്ളന്മാർ മരിക്കാൻ സമയമായി. ലാസ്റ്റ് മിനിറ്റിലേക്ക്, മരണത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റിലേക്ക് 3 പേരും എത്തപ്പെടുന്നു. ആരൊക്കെ? യേശുവിന് 2 കള്ളന്മാരും. നടുവിൽ കിടക്കുന്ന യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. ആ കിടക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പാപം ഏറ്റെടുത്ത് മരിക്കുകയാണ്. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാർ കിടപ്പുണ്ട്. ഈ 2 കള്ളന്മാരും പാപം ചെയ്തിട്ട് കിടക്കുകയാണ്. ഈ ലാസ്റ്റ് മൊമെന്റ്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലാസ്റ്റ് മൊമെന്റ് മറക്കരുത്. ലാസ്റ്റ് മൊമെന്റ് നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? നമുക്കാണ് ഈ ഒരു ചാൻസ് എന്ന് ആരെ തിരഞ്ഞെടുക്കും? നോക്കിയേ, ലാസ്റ്റ് മൊമെന്റ് യേശുവിനെ തിരഞ്ഞെടുക്കാൻ 2 പേർക്കും അവസരം കിട്ടി. ഒരു കള്ളൻ പറഞ്ഞു, ഓ നീ യേശുവോ, രാജാവ് ഇറങ്ങടാ, എന്നാൽ ഞങ്ങളെ രക്ഷിയില്ലേ. മറ്റേ കള്ളൻ പറഞ്ഞു, എടാ ഞാനും നീയും കള്ളന്മാരാ, പക്ഷെ ഈ കിടക്കുന്ന യേശു പാപം ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ കള്ളൻ തള്ളിപ്പറഞ്ഞ് അവൻ മരിച്ച് നേരെ നരകത്തിലോട്ട് പോയപ്പോൾ അടുത്ത് കിടന്ന കള്ളൻ ലാസ്റ്റ് മൊമെന്റിൽ, അപ്പാ ഞാൻ ഭാവി അങ്ങ് രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. ഇത് പറഞ്ഞ മാത്രയിൽ ഈ കള്ളനോട് യേശു പറഞ്ഞു, മക്കളെ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ലാസ്റ്റ് മൊമെന്റ്, അവസാന സെക്കൻഡ് അവൻ യേശുവിനെ സ്വീകരിച്ചു, അപ്പനോടൊപ്പം കയറിപ്പോയി. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവിനോടൊന്ന് ചിന്തിച്ചേ, കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ ലാസ്റ്റ് മൊമെന്റ് ഈ കള്ളന്മാർക്ക് കിട്ടി. ഒരു കള്ളൻ യേശുവിനെ തള്ളിക്കളഞ്ഞ് മരിച്ച് നരകത്തിലേക്ക് പോയി. എന്നാൽ മറ്റേ കള്ളൻ പറഞ്ഞു, അപ്പാ അങ്ങ് രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. യേശു തിരിഞ്ഞിട്ട് പറഞ്ഞു, മോനെ നീ എന്നോട് കൂടെ. ആരോട് കൂടെ? യേശുവിനോട് കൂടെ. ഇന്ന് യേശു ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും കുത്തി പറഞ്ഞില്ല. നീ ഇങ്ങനത്തെ പാപം ചെയ്തില്ലടാ, നീ അങ്ങനത്തെ യേശു ചോദിച്ചില്ല. കുത്തി പറയാത്ത ഒരാളെ ഉള്ളൂ യേശു. കുത്തി പറഞ്ഞ് നമ്മളെ കരയിപ്പിക്കാത്ത ഒരാളെ ഉള്ളൂ യേശു. ഏത് പാപത്തെ ക്ഷമിക്കാൻ കഴിവുള്ള ഒരു രക്തമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം. എല്ലാ കണ്ണുകൾ അടച്ചേ. ഇന്ന് രാത്രി ഇതുപോലൊരു സാഹചര്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ യേശുവിനെ സ്വീകരിക്കും. രാത്രി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവോട് പറഞ്ഞേ, നിന്നെ യാത്ര നാടിക മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. ഇന്ന് രാത്രിക്കാർ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? കണ്ണുണ്ടെങ്കിലും കാണാത്ത പലതിനെയുമാണോ, അതോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെയാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കങ്ങനെ ആവശ്യമാണ്.
നിന്റെ ഹൃദയ നടലിൽ മണവാട്ടി സഭയുടെ മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോട് ചേർന്നിടുവാൻ അവർ കന്നാളിൽ ഭാഗ്യമുണ്ടാകും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. ആമേൻ. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. അതിന് രാത്രികാലം എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ എന്നെയും വിളക്കും. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയാണ് ഞാനെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ കർത്താവിനെന്ന് പറഞ്ഞപ്പാ, ഞാൻ മണവാട്ടി വർഗത്തിൽ പെട്ടവനാണപ്പാ. ഞാൻ ഒരിക്കലും തള്ളപ്പെട്ട് പോകേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. അങ്ങയുടെ ശബ്ദം, ഹല്ലേലൂയ, കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദത്തിൽ കയറി വരുന്ന ഒരു മണവാട്ടിയാണ് ഞാൻ. ഹല്ലേലൂയ. അതേ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി തരികയാണ്. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ഈ സമയം വരെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. വചനം അങ്ങ് സംസാരിച്ചുവല്ലോ. അങ്ങ് ഓരോ കാര്യങ്ങൾ നിയന്ത്രിച്ച കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഞങ്ങളുടെ മടക്കയാത്രയിലും കൂടെ വരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. നാളത്തെ ഹല്ലേലൂയ ശുശ്രൂഷയും അവിടുത്തെ കരങ്ങൾ തരികയാണ്. അങ്ങയുടെ കരം ചലിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസവും കൂട്ടായ്മയെ നമ്മൾ ഓരോരുത്തരോട് നമ്മുടെ മടക്കയാത്രയോട് കർത്താവിൻ രണ്ടാമൊരിക്കുമാറാട്ടെ. ആമേൻ. കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. ആമേൻ.